പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴ് പ്രാർത്ഥിച്ചപ്പോൾ ജസ്റ്റ് വചനം പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ സന്ദേശം സഖറിയായുടെ പുസ്തകമാണ്. സഖറിയ 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. സഖറിയ 8-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഇപ്പോൾ ഈശോ പ്രാർത്ഥനീയ സന്ദേശമായി നമുക്ക് നൽകുന്നതെന്ന് കരുതാം. വായിച്ചോളൂ. ഞാൻ സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ കണ്ടതാണ്. അച്ഛൻ ജസ്റ്റ് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വചനം തുറന്നപ്പോൾ കർത്താവ് നൽകിയ സന്ദേശമാണ്. എന്താണിത്? സഖറിയയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം 8-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം എന്താ പറയണത്? പറഞ്ഞ് ഞാൻ സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. അധ്വാനത്തിൻ്റെ മുന്തിരി ഫലം നൽകുമെന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നാണ്. പിന്നെന്താ അതിൻ്റെ പറയണത്? മുന്തിരി ഫലം നൽകും, പിന്നെ നിലം വിളവ് നൽകും. അതും സെയിമാണ്. നമ്മൾ ഏത് മേഖലയാണ് ജീവിത സാധാരണ മാർഗമായിട്ട് ഉപയോഗിക്കുന്നത്, ആ മേഖലയിൽ നിന്ന് നിനക്ക് അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകുമെന്ന്. ഞാൻ സമാധാനം വിതയ്ക്കും, അതായത് നിനക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യാം. ഇപ്പോഴ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വിതയ്ക്കും, സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും. ഇങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മൾ ബൈബിളിൽ പറയണത് പ്രത്യാശ നിറച്ച് നൽകുന്നതിന് ബൈബിളിൽ പറയുന്ന വാക്ക് വാഗ്ദാനമെന്നാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ ഒരു നിലനിൽപ്പ് തന്നെ അടിസ്ഥാനം ആശ്രയം എന്താണ്? ഉടമ്പടി എന്തിനാണ് ബേസ് ചെയ്യണത്? ഉടമ്പടി ബേസ് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ്. ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് മനുഷ്യന്. എനിക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടിയത് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത്. കോവിഡൊക്കെ വന്ന് നിങ്ങൾക്കൊക്കെ 8 ദിവസം കഴിയുമ്പോഴൊക്കെ കോവിഡ് മാറത്തില്ലേ? ഇപ്പോൾ എനിക്ക് 1 മാസം നിന്നായിരുന്നു. മെഡിക്കൽ ഉള്ള ആൾക്കാർക്ക് തന്നെ ഡൗട്ട് എന്താ, ഇതെന്താ ഈ 1 മാസത്തേക്ക് പോണത്? കാര്യം ഇതിൻ്റെ ഈ പതിരെ മുഴുവനും ബ്ലോക്കാകുകയല്ലേ, അപ്പോൾ ചിലപ്പോൾ ശ്വാസം കിട്ടത്തില്ല. പക്ഷേ അപ്പോൾ ഇങ്ങനെ 1 മാസത്തേക്ക് പോകുമ്പോൾ ഡൗട്ട്, അത് കാരണമാണ് ഈ പ്രയാസം കൊണ്ടത്. ഈ പ്രയാസ സമയത്താണ് കർത്താവ് വാഗ്ദാനങ്ങളെക്കുറിച്ച് എന്നോട് ആദ്യം സംസാരിച്ചത്. ഈ പ്രയാസ സമയത്ത് നൽകിയിട്ടുള്ള ബൈബിൾ നോട്ടുകളാണ്. ഞാൻ അവിടെ അപ്പോൾ ഞാനൊരു കട്ടിലേൽ ഇങ്ങനെ ചുമക്കുന്ന കാരണം ഇങ്ങനെ നെഞ്ചൊക്കെ പൊക്കി കിടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് കയ്യിലൊരു കൈ കൊന്തയും അപ്പുറത്തെ ഇടത് വശത്ത് ബൈബിളും ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കിടക്കുന്ന സമയത്ത് കർത്താവ് കുറേ കാര്യങ്ങൾ പറയും. ആ ദൈവത്തിന് എപ്പോഴും നമ്മുടെ ഈ ക്ഷീണകാലങ്ങൾ, അതുപോലെ തന്നെ ക്ഷീണകാലങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാലങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഇത്രയും നാൾ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അവർ വേറെ ശത്രുപാളയത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒറ്റപ്പെടലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് നിരാശയും ഒക്കെ ഭയമൊക്കെ ഉണ്ടാവും, സങ്കടമൊക്കെ ഉണ്ടാവും. ലോകം കളിപ്പാണെന്നൊക്കെ നമുക്ക് തോന്നും. ഈ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈമെന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഇത്രയും നാൾ ദൈവമാണെന്ന് പറഞ്ഞ് വിചാരിച്ച് നമുക്ക് വരുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്ഥാനം എപ്പോഴും ഇങ്ങനെ
ആ കസേര വേറെ ആൾക്കാർ അറിയാതെ കയറിയിരിക്കും. ആ ഇരുന്നോളാം നമ്മൾ പറഞ്ഞിട്ടാണ് ഇരിക്കണത്, അല്ലാതെ വേറെ ഇടിച്ചു കയറിയിരിക്കണത്. ദൈവത്തിൽ ഇരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആൾക്കാർ കയറിയിരിക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടാണ്, നമ്മുടെ അനുവാദത്തോടെ അവിടെ ഇരിക്കണത്. അപ്പം അവരവിടെ നിന്നൊരു പോകത്തില്ല. അതാണ് പ്രശ്നം. പിന്നെ അവരെ കളയാൻ വേണ്ടി ദൈവത്തിൻ്റെ ഓരോ ചില നടപടിക്രമങ്ങളുണ്ട്. നീ ദൈവവേദലാണെങ്കിലേ ഉള്ളൂ ദൈവം അവരെ കളയത്തുള്ളൂ. ദൈവവേദന അല്ലെങ്കിൽ മരണം വരെ ആ സാധനം അവിടെ എത്തിക്കേണ്ടി പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ചിലപ്പോൾ നിൻ്റെ സംഘടനയാകാം, ചിലപ്പോൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരില്ലേ, പ്രവർത്തനം തലക്ക് കയറിയിട്ട്. അപ്പോൾ അതാണ് ശരിയെന്നും പറഞ്ഞ് അവരങ്ങനെ കുറച്ച് നാളവിടെ ബുദ്ധി അവരോട് പറയും, ഇതാണ് ശരി. ഒരു കുർബാന കാണുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യന് വേണ്ടി അധ്വാനിക്കുന്നത്, നീതിക്ക് വേണ്ടി പോരാടുന്നത്. അപ്പോൾ ഇവരുടെ ഈ ബ്രെയിൻ ഇവരെ ഹൈജാക്ക് ചെയ്യും. പ്രാർത്ഥന കുറഞ്ഞാലുള്ള ഒരു കുഴപ്പമുണ്ട്, ഹൈജാക്കിങ് പെട്ടെന്ന് നടക്കും. പ്രാർത്ഥന കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ഷൻ പോകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഈശോ പറയും നിരന്തരം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ. അത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ നിരന്തരം പ്രാർത്ഥിച്ച് വയറ്റിപ്പഴപ്പ് നടക്കണമെന്നല്ല പറയേണ്ട അർത്ഥം. നിരന്തരം പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാകും. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നല്ല പ്രശ്നം, വെദർ വി ഹാവ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട്. എന്ത് സംഭവിച്ചാലും സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ നേടിയ കാര്യങ്ങളെല്ലാം കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ നേടിയതെല്ലാം ആരുടേതാകുമെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നേടിയതെല്ലാം ആരുടേതാകും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്ക 12:20. ലൂക്ക 12:20 പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. പറ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും. ആരുടേതാകുമെന്ന് വെച്ചതിൻ്റെ അർത്ഥം അന്യാധീനപ്പെട്ടു പോകുമെന്നാണ്. അതാണ് വിഷയം. അന്യാധീനപ്പെട്ടു പോകുക. അന്യാധീനം വെച്ചാൽ അന്യനെ അധീനമായി പോകും. അതാണ് അന്യാധീനപ്പെട്ടു പോവുക. നമ്മുടേതെന്ന് വിചാരിച്ച സംഭവം അന്യനെ അധീനമായി പോകും. ആ അന്യാധീനപ്പെട്ടു പോകുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്ന്, പിശാചിന് അധീനമായി പോകും. പിന്നെ അടുത്ത കാലത്തെങ്കിലും ദൈവം ആ മേഖല വരത്തില്ല. കാര്യം നമ്മുടെ കൺസെൻറ്റോട് കൂടിയാണ് പിശാച് നമുക്ക് അധികാരം. അല്ല, പിശാചും ഒരു മാന്യതയുള്ള ആളാണ്. മുട്ടിയിട്ട് വാതിലെ കൊട്ടിയിട്ടേ കയറത്തുള്ളൂ. വാതിലെ കൊട്ടിയിട്ടേ നമ്മുടെ അനുവാദം ഉണ്ടാകുമോ? കൺസെൻറ്റ്. അല്ലാതെ നിങ്ങളുടെ പാപത്തിന് അവർ ചതിച്ചതാണ് ഇവർ ചതിച്ചതാണെന്നിട്ട് കാര്യമില്ല. ചതിച്ചാണല്ല ഇപ്പം പറഞ്ഞാൽ തേച്ചതാണെന്നല്ലേ പറയണത്. തേച്ചാലും അലക്കിയാലും എല്ലാം നമ്മുടെ കൺസെൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ കൺസെൻ്റ് ഉണ്ട്. നമ്മുടെ ഒരു അനുവാദം കൊടുത്തിട്ടാണ്. എപ്പോഴാണ് ഈ അനുവാദം വഴിയെ പോകണതിനൊക്കെ അനുവാദം കിട്ടണത് എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴാണ് അന്യാധീനപ്പെട്ടു പോണത്. അതെപ്പോഴും വെച്ചാൽ ഇപ്പം നിങ്ങൾ തുടങ്ങണൊക്കെ നമുക്കറിയാമല്ലോ, വലിയ ന്യൂമോണിയൊക്കെ തുടങ്ങണ പനിയിൽ നിന്നൊക്കെ തുടങ്ങണേ. അതുപോലെ ആത്മീയമായിട്ട് ന്യൂമോണിയൊക്കെ തുടങ്ങണത് ചെറിയ പനി. ഇപ്പോൾ കുർബാനയ്ക്ക് താമസിച്ച് വരിക, കുർബാന സ്വീകരിക്കാൻ താമസിക്കുക, കുമ്പസാരിക്കാൻ മാസങ്ങളെടുക്കുക, അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പനികളിൽ നിന്നാണ് ഇതിൽ ന്യൂമോണിയ തുടങ്ങണത്. അപ്പോൾ തന്നെ ഓർക്കുക, പനി തുടങ്ങിയിട്ടുണ്ട്. 8 മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന, വീട്ടിൽ 7 മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന ചിലപ്പോൾ 9 മണിയിലോട്ട് മാറുക. പിന്നെ അതൊരു ശീലമായി മാറുക. പിന്നെ ഉറക്കം വന്ന് ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതായത് പനി തുടങ്ങിയെന്നർത്ഥം. പനി തുടങ്ങിക്കഴിഞ്ഞാൽ, ആധ്യാത്മികമായിട്ട് പനി തുടങ്ങിയാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? നമുക്ക് പനി വരുമ്പോൾ എന്താ സംഭവിക്കണത്? രുചി പോകും ഇല്ലേ? രുചി പോകത്തില്ലേ? നമ്മുടെ ഭക്ഷണം, നമ്മുടെ നല്ല പനിയുള്ള ആൾക്കാർക്ക് എന്ത് കഴിച്ചാലും രുചി അറിയാൻ പറ്റത്തില്ല, എല്ലാം ചവറായിട്ടിരിക്കും. അതുപോലെ തന്നെ ആരാധന ചവറ്, ജപമാല ചവറ്, ഒന്നും രുചി തോന്നണില്ല. പിന്നെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ആക്കി തീർക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ഇതിങ്ങനെ ചവറാകുമ്പോൾ അറിയിക്കുക ആത്മാവിന് നല്ല പനിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കാര്യം പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ ഭയങ്കര മധുരമുള്ള ഏർപ്പാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നവംബർ 7-ാം തീയതി ഞാൻ വെളുപ്പിനെ കർത്താവിനോട് പറഞ്ഞത് കംപ്ലീറ്റ് സൈലൻസ്, കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് മുറിക്കൊണ്ട് എൻ്റെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കംപ്ലീറ്റ് സൈലൻസ്, കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, നീ അതിനെക്കുറിച്ച് ഒത്തിരി റെസ്പോണ്ട് ചെയ്യേണ്ടെന്നാണ് പറയണത്. ദൈവത്തിൻ്റെ ഒരു രീതി അതാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട്
പറയൂ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വരാൻ പോകുന്ന കാര്യങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, 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 ആരാധന. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. ഇത് പറഞ്ഞ അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇത് അതായത് ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വാഗ്ദാനത്തിനുള്ള ഒരു ഗുണം ഇതാണ്. നിനക്ക് വാഗ്ദാനം പ്രാപിക്കാൻ പോകുമ്പോൾ വാഗ്ദാനം നൽകിയാൽ വാഗ്ദാനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്കൊരു നോട്ട് തരും ദൈവം. കാരണം ഏറ്റവും നല്ലത് ഉടമ്പടി തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ 48 വർഷമായി ഞാൻ ശരിക്കും ഈ സഭയിൽ ചേർന്നിട്ട്. 38 കൊല്ലത്തെ പൗരോഹിത്യവും 10 കൊല്ലത്തെ ട്രെയിനിങ്ങും പൗരോഹിത്യം, അപ്പോൾ 48 കൊല്ലമായി. അപ്പോൾ എനിക്ക് 2 കൊല്ലം കൂടി ഞാൻ സഭയിൽ ചേർന്നിട്ട് സുവർണ ജൂബിലി ആവും, 50 കൊല്ലമാവും. ഈ 50 കൊല്ലം സഭയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? അതായത് ദൈവം ഇങ്ങനെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോട്ട് തരും. പക്ഷേ ഈ 50 കൊല്ലം സഭയിൽ ജീവിക്കുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു സത്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സംവിധാന ഉടമ്പടിയാണ്. അതാണ് എനിക്ക് മനസ്സിലായ സത്യം. 50 കൊല്ലമാണ് ഞാൻ സഭയിൽ ജീവിക്കണത്. 50 കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ ഇന്ന് വരെ ജനങ്ങൾ, ഞാനൊരു 20-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അതിനവസാനം നമ്മൾ ഇപ്പോഴാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിലൂടെ വരുന്ന വിഷയങ്ങളെല്ലാം ഉടമ്പടിയിലൂടെ ഹോംവർക്ക് ചെയ്ത് പരിഹരിക്കാൻ സാധാരണ അങ്ങനെ ചെയ്യണത്. പണ്ടങ്ങനെ അല്ലായിരുന്നു. ഒരാളുമായിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കണം. കണാകുണ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ സമയം വേസ്റ്റ്, നമ്മുടെ സമയം വേസ്റ്റ്. അത് പണ്ടിങ്ങനെ എൻ്റെ അടുത്ത് 10 മിനിറ്റ് 20 മിനിറ്റ് തൊട്ട് 2 മണിക്കൂർ വരെ ഞാൻ ആൾക്കാരോട് ഇരുന്നിട്ടുണ്ട്. അവസാനം ഞാൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ വെറുത്ത്. എന്താ കാര്യം? ഈ ഇരിപ്പെല്ലാം ഇരുന്ന് ഈ ആളിന് വേണ്ടി നമ്മുടെ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർ വളർന്നോ ഇല്ലയോ, അവർക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ ഓടി നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ഒരാളൊക്കെ പണ്ട് ഒരു മാസം 5 പ്രാവശ്യമൊക്കെ എന്നെ കാണുമായിരുന്നു. കാര്യം എന്താണ്? അതിങ്ങനെ തുറന്നിട്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ആർക്കും വന്ന് ഇടിച്ചു തല്ലി കൈക്കൊള്ളാൻ കാര്യക്കാരനായിട്ട് വന്ന് തൻ്റെ ഇടം ഉള്ളവനൊക്കെ വന്ന് കണ്ടുവച്ച് പോകും. അല്ലാത്തവന് കാണത്തില്ല. സ്വാധീനമില്ലാത്തവർ അറിയാത്തവരൊക്കെ പുറകിപ്പല്ലേ. ഇപ്പം അങ്ങനെ പറ്റത്തില്ല. ഇപ്പം എന്താണ്? കൗൺസിലിങ്ങിലൂടെ പറയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉടമ്പടിയിലൂടെ പരിഹരിക്കും നമ്മൾ. ആ ക്ലാപ്പ് എന്ന് പറയുന്ന സംഭവം ഇടിപെട്ട് സംഭവമാണ്. എന്താണ്? ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. എല്ലാ കാര്യങ്ങളുടെയും കൗൺസിലിങ്ങിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവിനെ നീ അറിയുക എന്നുള്ളതാണ് സംഭവം. എല്ലാം പരിഹരിക്കണം. എന്താണ്? ഹീ ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ. അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവ്. ശ്രുതികട ഹല്ലേലൂയ. ഏശയ്യ 9:6. ഏശയ്യ 9:6. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഗോഡ് ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ. പിതാവായ ദൈവ സങ്കീർത്തനങ്ങളെല്ലാം പറയണത് ഗോഡ് ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ്. ദൈവമാണ് ഏറ്റവും വിസ്മയവഹന ഉപദേഷ്ടാവ്.
പിന്നീട് ഈ ഉപദേശത്തിൻ്റെ സാന്ത്വനങ്ങളിലേക്ക് വചനം മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ദൈവം അവതരിപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിനെയാണ് പിന്നെ ഐസയ 9:6 പറയണത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ ആരാണ്? അവൻ വിസ്മയാവഹനായ ഉപദേഷ്ടാവ്. അപ്പോൾ ക്രിസ്തു ആരാണ്? കൗൺസിലറാണ്. അപ്പോൾ ഏറ്റവും വലിയ കൗൺസിലർ ആരാണ്? ക്രിസ്തുവാണ്. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് ഈ ക്രിസ്തുവിനെ എങ്ങനെ ഇന്നാക്കാൻ പറ്റും അല്ലേ? ആൾക്കാരെ ഈ ക്രിസ്ത്യാനികളെ എന്താ വിളിക്കണം? ക്രൈസ്റ്റ് ഇൻ അല്ലേ? ക്രിസ്ത്യാനിയെ വിളിക്കണം എന്താണ്? ക്രൈസ്റ്റ് ഇൻ, ക്രിസ്തു അകത്തുള്ളവൻ. ഈ ക്രിസ്തുവിനെ എങ്ങനെയാണ്, ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കയറ്റാൻ പറ്റണതെന്നാണ് ആധ്യാത്മികമായ അന്വേഷണം. എൻ്റെ 50 കൊല്ലത്തെ അന്വേഷണമാണ്. അങ്ങനെയാണ് ദൈവം നമുക്ക് ഉടമ്പടി വെളിപ്പെടുത്തി തരണത്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്താ പറയണത്? എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ അതേ തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോവിഡ് പിടിച്ച് ഞാൻ കിടന്ന കാലത്തെ ദൈവം വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 8855 വാഗ്ദാനങ്ങളെന്നും ഒരു ബൈബിളിൻ്റെ ഒരു സെക്ഷനിൽ പറയണത്, ഒരു ലെവലിൽ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ബൈബിൾ തിയോളജിയൻസിന് 2 കോൺസെപ്റ്റാണ് ഉള്ളത് വാഗ്ദാനങ്ങളെക്കുറിച്ച്. അപ്പോൾ ഒരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയണത് ദൈവവചനത്തിൽ 8855 വാഗ്ദാനങ്ങളുണ്ടെന്നാണ്. മറ്റൊരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയണത് 8885 വാഗ്ദാനങ്ങളുള്ളതാണ്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്മാനുവൽ പ്രവചനം, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ക്രിസ്തു നമ്മളിലേക്ക് വരണതും എല്ലാം അതിൻ്റെ അകത്ത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ കവനൻ്റ്, ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ് എന്താണെന്ന് നോക്കും. അതെന്താണ്? ക്രിസ്തുവാണ്. എല്ലാ 8855 വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ ഈ 8855 വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിക്കാൻ പറ്റിയ ഷോർട്ട് കട്ട് എന്താണ്? ക്രിസ്തുവാണ്. ഉടമ്പടി അന്വേഷിക്കുന്നത് അതാണ്. എല്ലാ വാഗ്ദാനങ്ങളുടെയും തലപ്പെട്ട വാഗ്ദാനമായ ക്രിസ്തുവിനെ ഒരു വ്യക്തി നേടിയാൽ അവനോടുകൂടി എല്ലാം ചേർത്ത് നൽകപ്പെടും. അതുകൊണ്ടാണ് പൗലോസപ്പോസ്തലനില്ലേ, പൗലോസപ്പോസ്തലൻ പറയും 2 കൊരിന്ത്യർ 1:20 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ 8855 വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. മനസ്സിലായല്ലേ? ഇത് മുഴുവനും വാഗ്ദാനങ്ങൾ. നമ്മൾ ഓരോരോ വാഗ്ദാനങ്ങൾ, ഇപ്പോൾ പച്ചമുളക് മേടിക്കാൻ വേണ്ടി ഒരു ചേർത്തിടുക, അവിടെ ചേനയും പച്ചമുളകുമായിട്ടൊരു ചേർത്തി ചന്തയിരിപ്പുണ്ട് ഇല്ലേ? അവിടെ അപ്പോൾ ചേനയും അല്ലെ പുള്ളി കച്ചവടം. ചില വണ്ടി തള്ളിക്കൊണ്ട് പോകണം കണ്ടിട്ടില്ലേ? ഉള്ളി എന്നും പറഞ്ഞു, അതിൻ്റെ ഉള്ളി മാത്രമേ കാണത്തുള്ളൂ. ഞാൻ തന്നെ ഓർക്കുന്നത് എങ്ങനെ ജീവിക്കുമെന്ന് ഈ ഉള്ളി, വെളുത്തുള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി ഞാൻ ചേർത്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-20 കിലോ വെളുത്തുള്ളി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ വെളുത്തുള്ളി ആൾക്കാർ മേടിക്കുക. ഇങ്ങനെ ഇത്രയും വെളുത്തുള്ളി ആൾക്കാർക്ക് എന്തിനാണ്? പക്ഷേ വൈകുന്നേരം വരുമ്പോൾ വെളുത്തുള്ളി ഒന്നും കാണത്തില്ല. ആൾക്കാർ അച്ചാറിടാൻ മേടിച്ചുകൊണ്ട് പോയി. അതാ സംഭവം. അപ്പോൾ പക്ഷേ ഇങ്ങനെ വെളുത്തുള്ളിക്ക് ഒരു കടയിൽ പോയി, പച്ചമുളകിന് വേറെ കടയിൽ പോയി, അരിക്ക് വേറെ കടയിൽ പോയി. അപ്പോൾ ഓരോ വാഗ്ദാനങ്ങൾക്കും ഓരോ മാർഗത്തിലല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ 8855 വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു മാർഗമുണ്ട്. എന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും പറഞ്ഞേ, എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ അതേ തന്നെയാണ്. അപ്പോൾ അവിടെ നോ ഇല്ല, യേസ് മാത്രമേ ഉള്ളൂ. എവരി പ്രോമിസ് ഈസ് യേസ് ഇൻ ജീസസ്. അപ്പോൾ നമ്മളെന്ത് ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ബുദ്ധിയുള്ളവർ മാതാവിനോട് പറയും, അമ്മ ക്രിസ്തുവിനെയാണ് സ്വീകരിച്ചത്, ഞങ്ങൾക്കും ക്രിസ്തുവിനെയാണ് തരേണ്ടത്. പറഞ്ഞേ, അമ്മ ക്രിസ്തുവിനെയാണ് വിശ്വാസം കൊണ്ട് സ്വീകരിച്ചത്, ഞങ്ങൾക്കും എല്ലാ വാഗ്ദാനങ്ങളും അതേന്ന് പറയുന്ന ക്രിസ്തുവിനെ ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ. അപ്പോൾ അതിന് നമ്മൾ എല്ലാ വാഗ്ദാനങ്ങളും, ഇപ്പോൾ 2 കൊരിന്ത്യർ 1:20 എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേയാണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് എന്താണ്? ക്രിസ്തുവിനെ മേടിക്കുക എന്നുള്ളതാണ് അല്ലേ? ഒരു മാർജിൻ ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഗാ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാത്തിനും നമ്മൾ ലോകം മുഴുവൻ കറങ്ങി നടക്കേണ്ട കാര്യമില്ല, അവിടെ തന്നെ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ പ്രത്യേകത അതാണ്. അതായത് എല്ലാ വിഷയവും അതിൻ്റെ തന്നെ സിംഗിൾ റൂഫിലാണ് വരണത്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനെയാണ്
അമ്മയൊടുക്കിയ നിന്ന് ഉടമ്പടി പ്രകാരം ചോദിക്കുകയാണെങ്കിൽ കാര്യം കുറച്ച് എളുപ്പമാകും. പിടിയാ, നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ IELTS, ജോലി, വീട്, വിവാഹം, പറമ്പ്, ഇങ്ങനെ ഒത്തിരി കാര്യം ചോദിക്കുമ്പോഴും പിന്നെ നിത്യജീവൻ, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിത്യജീവനും, അതിന് ഈ അനുദിന ജീവിതവും നിത്യജീവനും ബാധിക്കുന്നതെല്ലാം ദൈവം നൽകുന്ന വാഗ്ദാന പ്രകാരമാണ്. മനുഷ്യൻ നേടിയെടുക്കുന്ന വാഗ്ദാനമാണ് നമുക്ക് ഉള്ളത്. നമ്മളത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ ഓരോ വിഷയമില്ലേ, അത് നമുക്ക് ദൈവം തരണത് ക്രൂഡ് ഓയിലായിട്ടാണ് തരണത്. നമ്മൾ റിഫൈൻ ചെയ്ത് വാഗ്ദാനങ്ങൾ നമ്മളെന്ത് ചെയ്യും, വാഗ്ദാനമായിട്ടാണ് ദൈവം തരുന്നത്. ഇപ്പോൾ ഒരു വിമാനം പറപ്പിക്കുന്ന ഓയിൽ എന്താണത്, ഏവിയേഷൻ ഓയിൽ. അതെന്താ, പെട്രോൾ തന്നെ വീണ്ടും റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ്. പെട്രോളിന് മുമ്പ് ഡീസൽ ഉണ്ടാവും, ഡീസലിന് മുമ്പ് ക്രൂഡ് ഓയിൽ ഉണ്ടാവും. അപ്പോൾ ക്രൂഡ് ഓയിലാണ് കുഴിച്ചെടുക്കുന്നത്. ഞാൻ കോയിലൊക്കെ ചെന്നപ്പോൾ എണ്ണപ്പാടത്ത് പോയായിരുന്നു. അപ്പോൾ മുഴുവൻ എണ്ണപ്പാടമാണ്. എല്ലായിടത്തും ഇങ്ങനെ എണ്ണ ഡിഗ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഫയർ സേഫ്റ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ മണ്ണെല്ലാം ഇങ്ങനെ എണ്ണയുമായിട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു മണ്ണാണ്. നമുക്ക് പുറത്തിറങ്ങിയ നമ്മുടെ കാലയിൽ ആ മണ്ണ് പറ്റിയാൽ പോകത്തുമില്ല. അപ്പോൾ ഞാൻ വണ്ടി പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എണ്ണപ്പാലം കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ അവിടെ നിന്ന് എന്താ കുഴിച്ചെടുക്കണത്, ക്രൂഡ് ഓയിലാണ്, കറുത്ത നിറച്ച കരി ഓയിൽ പോലൊരു സാധനം എടുക്കണത്. അതാണ് പിന്നെ പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് പിന്നെ ഡീസലാക്കും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പെട്രോളാക്കും. പെട്രോൾ വീണ്ടും ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ ഏവിയേഷൻ ഓയിലൊക്കെ ആക്കണത്. ഇതുപോലെ തന്നെയാണ് വാഗ്ദാനങ്ങളിൽ വരണത്. വാഗ്ദാനങ്ങളെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. നമ്മൾ അതിനെ ഓരോ തരത്തിലുള്ള ആ വാഗ്ദാനങ്ങളെ ഓരോ സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ അതിനെ റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഒരു വാഗ്ദാനങ്ങളെ നമ്മൾ ആദ്യം കയറ്റണ സിസ്റ്റം എന്താണ്, ഫെയ്ത്ത് സിസ്റ്റത്തിലാണ് കയറ്റണത്, വിശ്വാസം. അപ്പോൾ ഒരു വാഗ്ദാനം ക്രൂഡ് ഓയിൽ വിശ്വാസത്തിൽ കയറി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതിന് ഡീസൽ കിട്ടും. പിന്നെ കുറേ പെട്രോൾ ഉൽപ്പന്നങ്ങൾ, സ്വാപ്പ്, ചീപ്പ്, അരക്ക്, അതുപോലെ തന്നെ ടെർമോക്കോള്, ബൈ പ്രോഡക്ട്സ്, ഉപ ഉൽപ്പന്നങ്ങൾ കുറേ കിട്ടും. അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ്. ഫെയ്ത്ത് ക്യാവിറ്റിയിൽ അത് വെച്ച് അത്രയുമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വാഗ്ദാനം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സിസ്റ്റത്തിലോട്ട് കയറ്റും. അതെന്താണ്, ഹോപ്പാണ്. അതാണ് ഇത്തിരി ലാഗ് ചെയ്താലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫെയ്ത്തിന് സഡനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഫെയ്ത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും തന്നെ ഡീസൽ പോലത്തെ വല്ല സംഭവമായിരിക്കും. നമുക്ക് വേണ്ട ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അടുത്ത സെക്ഷനിലാണ് വരണത്. അപ്പോൾ ഉടമ്പടി ആദ്യ സെക്ഷൻ നമ്മൾ ഫെയ്ത്തിലാണ് വർക്ക് ചെയ്യണത്. ഫെയ്ത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പടപടാതെ നടക്കും, ആ ഫെയ്ത്തിൽ നടക്കുകയും ചില കാര്യങ്ങൾ ടൈം എടുക്കുന്ന സാധനമുണ്ട്. അതിലാണ് നമ്മൾ ഹോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഹോപ്പ് മേഖലയിലേക്ക് വർക്ക് ചെയ്യണത്. അപ്പോൾ ഫെയ്ത്ത് മേഖലയെ പോലെ സഡൻ അല്ല ഹോപ്പ് മേഖല. കാരണം അതിനകത്ത് പിന്നീട് ഈ ബൈ പ്രോഡക്ട്സ് കുറവായിരിക്കും. പിന്നെ വരാൻ പോണത് അടുത്തത് ഡീസൽ കഴിഞ്ഞാൽ പിന്നെ പെട്രോളാണ് വരണത്. അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള പ്രോസസ്സിങ് നമ്മുടെ വിഷയങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ലോകത്തിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിന് നിങ്ങളിൽ വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരും. ഹോപ്പിൻ്റെ പ്രത്യാശയുടെ കാലം അങ്ങനെ സംഭവിക്കണത്. പ്രത്യാശയുടെ കാലത്ത് നിങ്ങൾ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ വിശ്വാസകാലം പോലെ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ ചിലർ പ്രത്യാശക്കാലത്താണ്. ഇപ്പം നമ്മൾ സ്ലീബ കാലം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ എഴുതി വെക്കത്തില്ല ആരാധനക്രമം. ഉടമ്പടിക്കുള്ള കാലം വിശ്വാസക്കാലമുണ്ട്, പ്രത്യാശക്കാലമുണ്ട്, സ്നേഹത്തിൻ്റെ കാലമുണ്ട്. പിന്നെ അവസാനത്താണ് സമർപ്പണത്തിൻ്റെ കാലം. സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. അത് ഭൗതികമായ കാര്യമായിട്ട് ബന്ധമില്ല. അത് നിത്യജീവൻ്റെ വിഷയങ്ങളാണ് സമർപ്പണ കാലത്ത്. കാര്യം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാകും അതിൻ്റെ അകത്ത്. അത് നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇരിക്കും, കാണാം. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചത് വീട് വിൽക്കാൻ വേണ്ടിയാണ്, അല്ല വീട് കിട്ടാൻ വേണ്ടി, അത് കിട്ടി. രണ്ടാമത്തെ കാലത്ത് നിങ്ങൾ മക്കൾക്ക് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് കിട്ടി. അപ്പം നിങ്ങളിങ്ങനെ ഓരോ കാര്യം പറ്റി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഞങ്ങളിങ്ങനെ ഈ ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ ദീപക് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു. ദീപക് നമ്മുടെ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരി എന്ന്. ദീപക്കിൻ്റെ സാക്ഷ്യം
ഞാൻ വളരെ ശ്രദ്ധിച്ച സാക്ഷിയാണ്. ദീപക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തില്ല ആദ്യം. അപ്പോൾ ദീപക് അതിന് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ഇങ്ങനെ പല്ലുവേദനയ്ക്കും തലവേദനയ്ക്കൊക്കെയാണ് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ലെന്നാണ് ദീപക് പറഞ്ഞത്. ദീപക് ഉടമ്പടി എടുക്കാൻ പോയി. ദീപക് ഉടമ്പടി എടുക്കാൻ പോകുന്നതിന് കാരണങ്ങളുണ്ട്. അയാൾ പറയണത് എനിക്ക് ആവശ്യത്തിന് ഡിഗ്രി ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട്. അതൊക്കെ ശരിയാണ്, അയാളെ കണ്ടാൽ പറയാം നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. പിന്നെന്താണ്, എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനു വേണ്ടി ഉടമ്പടി എടുത്തിട്ടൊന്നും കാണിക്കാനില്ല. അതാണ് ദീപക് തിരിച്ചു പോയത്. കാര്യം എന്താ, എനിക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ പ്രൊഫഷനിൽ. പിന്നെ എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, ആവശ്യത്തിന് പേഴ്സണാലിറ്റി ഉണ്ട്, ആര് കണ്ടാലും അക്സെപ്റ്റ് ചെയ്യണ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ മതി. പിന്നെ കുറച്ച് ഹാർഡ് വർക്ക്, നമുക്ക് കുറച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉടമ്പടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അയാൾക്ക് നല്ല കോൺഫിഡൻസാണ്. എന്തിൽ? അയാളുടെ കപ്പാസിറ്റിയിലുള്ള കോൺഫിഡൻസ് ഭയങ്കരമാണ്. വിദ്യാഭ്യാസം ആവശ്യത്തിനുണ്ട്, ജോബ് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, നല്ല ആരോഗ്യമുണ്ട്, 10 മനുഷ്യർ കണ്ട തെറ്റ് പറയാത്ത സൗന്ദര്യമുണ്ട്, പേഴ്സണാലിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഇന്ത്യൻ മനസ്സ് വെച്ചാൽ മതി, എല്ലാം നടക്കും എന്നാണ് ദീപക് 13 കൊല്ലം വിചാരിച്ചുകൊണ്ടിരുന്നത്. 13 കൊല്ലം ദീപക് ജീവിത പ്രശ്നങ്ങളെ സമീപിച്ച രീതി എന്താണ്? ഞാൻ ഓക്കെയാണ്, എനിക്ക് ആവശ്യത്തിന് പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യമുണ്ട്, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷേ ദീപക് പറയണത്, ഞാനിങ്ങനെ മനസ്സ് വെച്ചിട്ടും എനിക്കൊരു പ്രൊമോഷൻ ആകണില്ല. എനിക്ക് കിട്ടിയ മിനിമം ശമ്പളത്തിലൊരു ജോലി ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അതിൽ നിന്ന് എനിക്ക് എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടാനുള്ള പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ 13 ഞാൻ കിട്ടും, ഇപ്പം കിട്ടും, നാളെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും എൻ്റെ സർട്ടിഫിക്കറ്റിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങനെ 13 കൊല്ലം എൻ്റെത് തളയിരിക്കും. പിന്നീട് 13ാമത്തെ കൊല്ലം എനിക്ക് മനസ്സിലായി, ഞാൻ വൈഫിൻ്റെ കൂടെ ഇവിടെ വന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ആൾക്കാർക്ക് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയണതൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യത്തിന് ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. ആ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാര്യം മനുഷ്യന്മാരൊക്കെ ഓരോ സാക്ഷ്യം പറയണത് അയാളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരാണ്. അതാണ് പുള്ളി നോക്കണത്. അയാളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ അവരുടെ കുറച്ച് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ടൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കണം, എന്ത് പരിപാടിയാണ്, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ദീപകിൻ്റെ ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു അസസ്മെൻ്റ്. അതാണ്. അതിന് അദ്ദേഹം 2 പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ പോയി. പക്ഷേ ലൈഫിനാണെങ്കിൽ ഒരു മാറ്റമില്ല. തൻ്റെ പഴയ ജോലിയും ആ മിനിമം ശമ്പളവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരണ കാരണം കൂടുതൽ ഫൈനാൻസ് സാമ്പത്തികം വേണം. പക്ഷേ തനിക്ക് മുടക്കാൻ പറ്റണില്ല. തൻ്റെ കഴിവനുസരിച്ച് ജോലി കിട്ടണില്ല, അതിൻ്റെ പറ്റിയ ഉയർന്ന ജോലി കിട്ടണില്ല. എല്ലാ ഇൻ്റർവ്യൂവിനും പോകും, അവർ ഓക്കെ ആണെന്ന് പറയും, പക്ഷേ ജോലി കിട്ടത്തില്ല. എന്നിട്ട് പഴയ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ 13 വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് തോന്നി, ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചു. അതാണ് വിഷയം. ഉടമ്പടിയിലോട്ട് മനുഷ്യൻ വരണ ഒരു ടൈമെന്ന് പറയണത് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകണം പോലെ നമുക്ക് തോന്നണം. നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയല്ല ഉടമ്പടി എടുത്തിരിക്കണത്. നിങ്ങളുടെ കൂട്ടുകാരത്തി ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ എന്നാൽ ഞാനും വന്നെന്ന് പറയും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയല്ലേ, ഞാൻ പല ദിവസമായിട്ട് ഉടമ്പടി എടുക്കണം വിചാരിച്ചതാണ്, അപ്പോൾ നീ ഇപ്പോൾ പോകണ്ടല്ല എന്ന് ഞാനും വന്നു. എന്നിട്ട് ഒന്ന് ആലപ്പുഴ വരികയും ചെയ്യാം, പറ്റുമെങ്കിൽ ഒന്ന് ബീച്ചിൽ പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത്. അപ്പോൾ അവർ തർക്കിക്കണ ഇതാണ്, ആദ്യം ഹൗസ് ബോട്ടിൽ പോയിച്ചും അത് ഉടമ്പടി എടുക്കണം, അത് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ പോകണം. അതാണ് പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാവത്തുങ്ങൾക്ക്. അതും തർക്കിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചില പറയും നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിച്ചും വരുമ്പോൾ ഉടമ്പടി തീർന്നാലും എന്ത് ചെയ്യും, എന്നാൽ പിന്നെ നമുക്ക് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ ചെല്ലാം. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിക്ക് എത്ര ദിവസം നേരം വേണം, അത് 4 മണിക്കൂർ വേണം. അപ്പോൾ ഇത് 4 ഇവിടെ, പിന്നെ 1 മണിക്കൂർ ആകുമ്പോൾ 5 മണിക്കൂർ നടന്ന് അവിടെ ചെല്ലുമ്പോൾ 1 മണിക്കൂർ. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് 7,000 രൂപ. 7,000 രൂപയ്ക്ക് എത്ര മണിക്കൂർ നമുക്ക് 5 മണിക്ക് ഇറങ്ങണ്ടേ? അപ്പോൾ അത് നഷ്ടമാണല്ലേ. അപ്പോൾ ഉടമ്പടിയെക്കുറിച്ചല്ല ചിന്തിക്കണത് എന്താണ്, ഹൗസ് ബോട്ടിൽ നമ്മൾ താമസിച്ചത് 4 മണിക്കൂറിൽ നമ്മൾ 8,000 രൂപ കൊടുക്കണ്ടേ എന്നാണ് ചിന്തിക്കണത്. ഇങ്ങനെ ഉടമ്പടി എടുക്കണവർ ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. അപ്പോൾ ഒരു ടൈം പാസിന് അകവും കാണാം, താളിയും പറിക്കാം, ആലപ്പുഴയും പോകാം, ഉടമ്പടി എടുക്കാം, ഹൗസ് ബോട്ടിൽ പോകാം. അങ്ങനെ വന്നവരാണ് ഈ പണി മേടിക്കുന്നത്.
ജീവിതത്തിൽ പെട്ടുപോയി, ജീവിതം കയ്യിൽ നിന്ന് പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, അവർ ഉടമ്പടി എടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും. കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ ടൈം പാസിന് ഉടമ്പടി എടുത്തിരിക്കണമല്ല. അവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം ഇടപെടണം. കാര്യം അവർ നോക്കിയിട്ട് ആരോഗ്യമുണ്ട്, പക്ഷേ അത് വർക്കൗട്ട് ചെയ്യണില്ല. അവർക്ക് പേഴ്സണാലിറ്റി ഉണ്ട്, പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ല. 13 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല. നല്ല പ്രൊഫഷനുണ്ട്, അല്ല നല്ല ശമ്പളം, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ല. ഇങ്ങനെ ഇതൊന്നും നടപടിയിൽ വരാത്തപ്പോഴാണ് ആൾക്കാർ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. ഇപ്പോൾ ദീപക് എന്താ സംഭവിച്ചത്? ദീപക് ഉടമ്പടി എടുത്ത് ജീവിതം കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരനെ ഉടമ്പടി എടുത്തിട്ട് എന്ത് ചെയ്ത്, ആ ഉടമ്പടി പത്രവും ആ ഉടമ്പടി തിരിയും കാശുരൂപവും ഉപ്പും തൈലവും എല്ലാം കൊണ്ടേ പുള്ളി പെട്ടി വെച്ച് പൂട്ടി. എന്നിട്ട് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അപ്പം തന്നെ ഒരു തീരുമാനമാകും ഉടമ്പടിക്ക്. മനസ്സിലായില്ലേ? ഇതാണ് എല്ലാവർക്കും എൻ്റെ അബദ്ധവതാണേ. ദീപക് ചെയ്തിരിക്കണത് ഇത് അപ്പോഴതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യുമായിരിക്കും, ചെയ്താൽ കൊള്ളാം, അങ്ങനെ വരട്ടെ, നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പതുക്കെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പതുക്കെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ഒരു കാര്യവും പതുക്കെ നടക്കത്തില്ല. അത് എപ്പോഴും നമ്മൾ ഓർത്തേക്കണം. ഒന്നാമത് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയണത്, ദൈവവചനം കേട്ടാൽ അപ്പം തന്നെ സാംസൺ എന്താ ചെയ്യുക, ഫിലിസ്ത്യന്മാരുടെ പാളയത്തിലേക്ക് കുറുക്കന്മാരെ എടുത്തിട്ട് 100 കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്കന്മാരുടെ വാലയിൽ പഴന്തുണി കെട്ടിയിട്ട് എണ്ണ ഒഴിച്ചത്. എന്നിട്ട് കുറുക്കന്മാരുടെ വാലയിൽ 100 കുറുക്കന്മാരുടെ വാലിൽ പഴന്തുണി ചുറ്റിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ച്. അപ്പോൾ വാലിന് തീ പിടിച്ച കുറുക്കന്മാർ റോക്കറ്റ് പോലെ ഇടിച്ച് പന്തം പോലെ ഫിലിസ്ത്യൻ പാളയത്തിലേക്ക് ഇടിച്ച് കയറി അത് മൊത്തം കത്തിച്ച് കളഞ്ഞു. അതാണ് ഉടമ്പടിയുടെ സ്പീഡ് എന്ന് പറയണത്. ദൈവസ്നേഹം കൊണ്ട് വാലിൽ തീ പിടിക്കണം. അല്ല നനഞ്ഞിരുന്ന ഇത് കൂട്ടുകാരുടെ കല്യാണം കഴിയട്ടെ, അത് കഴിയുമ്പോൾ മകനെയും കൊണ്ട് അഡ്മിഷന് പോകണം, അതും കഴിയട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉടമ്പടിയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വരുമായിരിക്കും, പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഉടമ്പടിയുടെ പ്രശ്നം ഇമ്മീഡിയറ്റ്ലി എന്നാണ് ബൈബിൾ എപ്പോഴും നിൽക്കണം. മാർക്കോസിൻ്റെ ഒക്കെ സുവിശേഷം നിൽക്കുമ്പോൾ അതിനൊരു മിനിമം സ്പീഡുണ്ട്. ഈശോയുടെ എല്ലാ ആക്ഷനും അമ്മയുടെയും ഈശോൻ്റെ ആക്ഷൻ എല്ലാം. ഇപ്പം അമ്മ തന്നെ തിടുക്കത്തിപ്പോയി എലിസബത്തിനെ കാണാൻ പറഞ്ഞപ്പോൾ എന്താ, ഒന്ന് ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ലൂക്കാ 1:39. ലൂക്ക 1:39 കേട്ടോ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പം മറിയം പോകുമ്പോൾ യാത്ര പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അത് തിടുക്കാൻ പറയേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. അത് തിടുക്കാൻ പറഞ്ഞില്ലെങ്കിൽ ആ ബൈബിളിൽ നിന്ന് ആ വചനം നിന്നോളും. സപ്പോർട്ടീവാണ്. പക്ഷേ ഈ ലൂക്ക പറയണ മറിയം ഇങ്ങനെ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ആൾക്ക് നടക്കത്തില്ല. അങ്ങനെയല്ല പോയത്. എന്താണ്? ഇടിച്ച് കുത്തി ഒറ്റ പോക്കാണ് പോയത്. അതായത് റോക്കറ്റ് സ്പീഡാണ്. ഉടമ്പടിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പീഡാണ് ഉടമ്പടിയുടെ ഉടമ്പടി ഫയർ ആകുന്നതിൻ്റെ ഒരു മോഡ്. അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണം, ഉടമ്പടി ചെയ്യുമ്പോൾ തളർന്ന് കുത്തി ഇനി ആർക്കാണ് ഈ പത്രം കൊടുക്കേണ്ടത്, ആര് മേടിക്കുക, അവരിങ്ങോട്ടേക്കാണ് തിരിച്ചു തരുക, ഇങ്ങനെ അളിഞ്ഞ മോന്ത്യമായിട്ട് ഉടമ്പടി ചെയ്താൽ നിൻ്റെ ജീവിതം ഇങ്ങനെ അളിഞ്ഞിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ നിങ്ങൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം. ഇവിടെയൊക്കെ ആദ്യം സിംഹങ്ങളാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അത് അവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഒരു ദിവസം ഒരു ആങ്ങളെയും പെങ്ങളും ഞാൻ നോക്കുമ്പോൾ ഒരു പള്ളിയിൽ ബൈക്കിൽ പോവുകയും പെങ്ങളെ പുറകെ ഇരിക്കുന്ന ആങ്ങളെ വണ്ടി ഓടിക്കും. 2 ചെറുപ്പക്കാരാണ്, 10, 22, 23 വയസ്സുണ്ട്. ഇതുങ്ങൾ എന്താ ചെയ്യണം നോക്കുമ്പോൾ പള്ളി കൊണ്ടുവന്ന് ബൈക്ക് ഇറങ്ങി വെച്ചും പടപടാന്ന് പള്ളി പിരിയണ സമയത്ത് തന്നെ എല്ലാവർക്കും പ്രാർത്ഥിച്ച്, അമ്മയുടെ പത്രമാണ്, നിങ്ങളുടെ ജീവിതം മാറി മറിക്കും, നിങ്ങളത് വായിക്കണം, മറ്റവർക്ക് വായിച്ചതിന് ശേഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പടപട കൊടുത്തിട്ട് അവരപ്പത്തന്നെ അടുത്ത വണ്ടി 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് അവർ ആ മിഷൻ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പള്ളി ആ പള്ളി ഇപ്പോൾ എപ്പോഴാണ് പിരിയുമെന്ന് അവർക്ക് അറിയത്തില്ല. ആ പള്ളി പിരിയുമ്പോൾ അവിടെ എത്തണം, അടുത്ത പള്ളി എത്തണം. അപ്പോൾ ഇങ്ങനെ ഈ വാലിൽ തീ പിടിച്ച കുറുക്കന്മാരെ പോലെ സാധനം ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് ഉടമ്പടി വരുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കാര്യവും അങ്ങനെയാണ്.
ആ രോഗിനെ കാണണം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രോഗിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഇപ്പം രോഗികൾ വല്ലയിടത്തും ഉണ്ടായി? ഇന്ത്യയിൽ രോഗി വല്ലയിടത്തും ഉണ്ടാകുന്നു, ഇന്ത്യയിലെ രോഗികൾ വല്ലയിടത്തും ഉണ്ടാകുന്നു. എവിടെയാണ്? കൊച്ചമ്മ ചേച്ചി വലിയമ്മ ആശുപത്രി പോയിട്ട് വന്നാ, അമ്മ എന്താണ് വലിയമ്മ ആശുപത്രിയിലായിരുന്നില്ല വന്നാ, എന്തായിരുന്നു ഇവർക്ക് ആശുപത്രി പോകാൻ കഴിയില്ല, വീട്ടിലാകുമ്പോൾ പോയാൽ മതിയില്ല. അപ്പോൾ ഇങ്ങനെ ഉഡായിപ്പ് കാണിച്ചാൽ ഉടമ്പടിയിൽ സംഗതി കുഴപ്പമാവും. ഉടമ്പടി ആയാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ചോദിക്കണത്, നിങ്ങളത് എന്ത് സ്പിരിറ്റിൽ ചെയ്തു എന്നാണ് ചോദിക്കണത്, എന്ത് അരൂപിലാണ് ചെയ്യുന്നത്. ഇനി പ്രത്യാശക്കാലമാകുമ്പോൾ വിശ്വാസത്തിൻ്റെ കാലത്തിന് കുഴപ്പമില്ല, ദൈവം പ്രവടാന്ന് ഇൻസെൻറ്റീവ് ചെയ്യും. വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ ഗുണമെന്ന് പറയണത് പ്രവടാന്ന് കുറേ അനുഗ്രഹം കിട്ടും, എന്നിട്ട് പെടേന്ന് നിൽക്കും, സ്വിച്ചിട്ട പോലെ നിൽക്കും. നമ്മുടെ ഇപ്പോഴത്തെ മഴ പോലെ, ഇപ്പോഴത്തെ മഴ പോലെ സ്വിച്ചിട്ട പോലെ നിൽക്കും. വരും ഇങ്ങനെ ഉരുടുമെന്നും പറഞ്ഞ് വരും, സ്വിച്ചിട്ട പോലെ സഡൻ ബ്രേക്കാവും. ഉടമ്പടി ആദ്യത്തെ 3-4 ആഴ്ചകൾ ഇടിവിട്ട് പോലെ പ്രവടാന്ന് ഇങ്ങനെ കവളാസ് പൊട്ടണ പോലെ പൊട്ടും, പിന്നെ ഒറ്റ നിപ്പാണ്, പിന്നെ അനങ്ങത്തിൽ ഈ സംഭവം. എന്താണ്? വിശ്വാസകാലം കഴിഞ്ഞു, ഇനി പ്രത്യാശകാലമാണ്. ഈ പ്രത്യാശക്കാലത്ത് പറയുമ്പോൾ ദൈവം ആ സമയത്ത് വാച്ച് ചെയ്യണത് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രത്യാശക്കാലത്ത് നീ എന്ത് ചെയ്ത്? മിക്കവാറും ദൈവാനുഗ്രഹം കൊണ്ടൊരു 60% ആൾക്കാർ കിടന്ന് ഉറക്കമായിരിക്കും പ്രത്യാശക്കാലത്ത്. അപ്പോൾ അതൊക്കെ ചെയ്തതാണ്, എല്ലാ കാര്യവും അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത്, അവിടെ കാണിച്ചന്മാർ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു, പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവർക്ക് തളർന്നവർ, മനസ്സിടിഞ്ഞവർ, അതിൽ മിക്കവാറും തളച്ച് ഉറങ്ങി. ഈ ടൈമിന് ദൈവം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട അലപലാദികളെല്ലാം ഉടമ്പടിയിൽ നിന്ന് മാറ്റും. കാര്യം ഉടമ്പടി ദൈവമായിട്ടുള്ള ഏർപ്പാടല്ലേ, അത് ബയലാട്ടറൽ എഗ്രിമെൻ്റ് അല്ലേ. അപ്പം നീ ഉടമ്പടിക്ക് യോഗ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും. പക്ഷേ ചില വിദ്വാന്മാർക്ക് കാര്യങ്ങളറിയാം, അവിടെ പഴയകാല ഹിസ്റ്ററിയും ഫയലും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഇത്തിരി മാന്യം കാണിച്ചാൽ ഇവിടെ തിരിച്ചു വരുമെന്ന് ദൈവത്തിന് അറിയാം. കഴിഞ്ഞകാല ചരിത്രം അതാണ്. അതുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു അനുഗ്രഹമൊക്കെ ഭിന്നിച്ച് കാണിച്ചിട്ട് അവൾ ഒന്നൊരു ഇൻസെൻറ്റീവ് കൊടുത്തിട്ട്, കാരണം ദൈവം നിങ്ങൾ ഉടമ്പടി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. അത് പറമ്പ് വിൽക്കാനും ജപ്തി മാറാനും വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള സൂത്രപ്പണിയല്ലത്. അപ്പം അങ്ങനെ അതാണ്. അത് കഴിയുമ്പോൾ ഇത് നിർത്താമെന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയിൽ ആ രീതിയിൽ ഉടമ്പടിയെ കാണുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം വകഞ്ഞു മാറ്റും, ആ മേഖലയിൽ നിന്ന് മാറ്റും. എന്നിട്ട് ദൈവം നിലനിർത്തും, ബാക്കിയുള്ള 40% നിലനിർത്തും. ഈ 40%-ക്കുറിച്ചാണ് സക്കറിയ ഇന്ന് പറയണത്. സക്കറിയ ഞാൻ കണ്ടില്ലേ, ഞാൻ കണ്ണും പൂട്ടി വചനം എടുത്തപ്പോൾ എന്താ പറയണത്? അവശേഷിക്കുന്നവർ അവകാശം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സക്കറിയ 8:12. സക്കറിയ 8:12 എന്താ? ഞാൻ സമാധാനം വിതയ്ക്കും. ഞാൻ സമാധാനം വിതയ്ക്കും. മുന്തിരി ഫലം നൽകും. നിലം വിളവ് നൽകും. ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. അതാ വിഷയം. അവശേഷിക്കുന്നവരാണ് അവകാശം പ്രാപിക്കുന്നത്, അല്ലാതെ ആരംഭശൂരത്വം കാണിക്കുന്നവരല്ല. ഈ ആരംഭശൂരത്വക്കാരെ കർത്താവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ അനുഗ്രഹം ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് സ്വിച്ചിട്ട പോലെ അനുഗ്രഹം നിൽക്കും. പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ലാഗ് ചെയ്യും. എന്നിട്ട് 60% പേര് പിരിഞ്ഞു പോരും. പിരിഞ്ഞു പോണതല്ല, പിന്നീട് ഒരിക്കലും ആലപ്പുഴ വരത്തില്ല. അതാണ് സംഭവം. അത് ഇവിടെ ഈ ഉടമ്പടിക്ക് മാത്രമുള്ളതല്ല, ദൈവമായിട്ട് ബന്ധമുള്ള എല്ലാ വിഷയവും അങ്ങനെയാണ്. ആദ്യം കുറച്ച് ഇൻസെൻറ്റീവ് കാണിക്കും, അപ്പോൾ കുറേ ആൾക്കാർ വെക്കാനായാലും വെള്ളം വീഞ്ഞാക്കും. അതുപോലെ തന്നെ കടനിമിത്തം നടക്കും. അതുപോലെ തന്നെ മത്സ്യങ്ങൾ വർദ്ധിപ്പിക്കും. അങ്ങനെ കുറേ അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒത്തിരി പേര് കർത്താവിലേക്ക് വരും. കുറേ അണ്ണന്മാർ ശിഷ്യന്മാരാകും. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കാലം തുടങ്ങും. പ്രത്യാശയുടെ കാലം കഴിഞ്ഞ് പിന്നെ വരുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? അവിടെ സ്നേഹം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അവിടെ നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, അങ്ങനെ ഒരു കാര്യവും ദൈവം അഡ്രസ്സ് ചെയ്യത്തില്ല. ദൈവം നോക്കും നിൻ്റെ സ്നേഹം വളർന്നുവെന്ന് നോക്കും. അതാണ് സ്നേഹത്തിൻ്റെ കാലം എന്ന് പറയണത്. ഉടമ്പടിയുടെ സ്നേഹത്തിൻ്റെ കാലത്ത് നോ സൈൻ, അടയാളമൊന്നുമില്ല. ആശുഷ ജീവിതം ഇങ്ങനെ പോകും. പണ്ട് ഉടമ്പടി എടുക്കാഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നു ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ പോകും. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവം പറയും ഇത് സ്നേഹത്തിൻ്റെ കാലമാണ്. ഇവിടെ നമ്മുടെ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും ഏൽക്കത്തില്ല. കൊച്ചുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കല്യാണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു,
അതൊക്കെ നീ നേരത്തെ ഫെയ്ത്ത് കാലത്ത് പ്രാർത്ഥിച്ചതാണ്. ഇപ്പം അതിനൊന്നും അടയാളമില്ല. ഇപ്പം തോന്നണത് നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ എന്നേ നോക്കത്തുള്ളൂ. അതാണ് സ്നേഹത്തിൻ്റെ കാലം. ഈ സ്നേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഒരു 1.5 കാലമാണ്. കാര്യം ഇതെന്ന് പറയണത് ഒരു 20% സർവൈവിങ് കിട്ടും ഇതിനകത്തുനിന്ന് സ്നേഹത്തിൻ്റെ കാലത്ത്. ഇത് ഇവിടെ ഒരു അവശേഷിക്കുന്ന ആൾക്കാരുണ്ട്, അവശേഷിക്കുന്നവർ അവകാശം പ്രാപിക്കുന്ന ഒരു കാലമുണ്ട്. ഈ സ്നേഹത്തിൻ്റെ കാലത്ത് വരണത് കാരണമുണ്ട്. സ്നേഹത്തിൻ്റെ കാലത്തിന് മുമ്പ് ഉണ്ടാകുന്ന വിഷയം, സ്നേഹത്തിൻ്റെ കാലം എങ്ങനെ തുടങ്ങണത്? സ്നേഹത്തിൻ്റെ കാലം തുടങ്ങണത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ ഉടമ്പടിയെക്കുറിച്ചും മറ്റുള്ളവർ നീ എടുത്ത ഉടമ്പടിയെക്കുറിച്ചും നിന്നോട് സംസാരിക്കും. അപ്പോൾ നീ തീഷ്ണത കൊണ്ട് തുള്ളിച്ചാടും. ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ നിന്നോട് വന്ന് സംസാരിക്കും ഉടമ്പടിയെക്കുറിച്ച്. അപ്പോൾ എന്തെന്നില്ലാത്ത ഉണർവോടുകൂടി നീ പഴയ നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും, വീട് വെച്ചില്ലെങ്കിലും, IELTS പാസ്സായില്ലെങ്കിലും നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ കുതിച്ചു ചാടിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നോക്കും. അത് കർത്താവാണെന്ന് പറയുന്ന വേദം. അതാണ് സ്നേഹത്തിൻ്റെ കാലം തുടങ്ങണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അത് കർത്താവാണ്. 21:7 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. യോഹന്നാൻ 21:7. യോഹന്നാൻ 21:7. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. മനസ്സിലായില്ലേ? യോഹന്നാൻ പോലും അറിഞ്ഞു കാണത്തില്ല ഇത് എന്താ എഴുതി വെക്കണമെന്ന്. അതിങ്ങനെ കാലങ്ങൾ ചെല്ലുന്തോറും ഇങ്ങനെ വചനം പ്രസവിച്ചുകൊണ്ടേയിരിക്കും. വചനത്തിൽ തന്നെ മദർ വേർഡെന്ന് പറഞ്ഞ സംഭവമുണ്ട്. മദർ വേർഡ് എല്ലാ ദിവസവും വചനം പ്രസവിക്കും. ഓരോരോ കുഞ്ഞുങ്ങൾ മനുഷ്യാവതാരം ചെയ്തു വരും. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ വചനത്തിൻ്റെ മനുഷ്യാവതാരം ഭയങ്കരമായ ഒരു വിസ്മയക്കാഴ്ചയാണ്. ഇതിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പശുവും ചത്ത്, മോരിലെ പുളിയും പോയി, എല്ലാവരും ചാടി വള്ളത്തിൽ കയറി അവിടെ പഴയ ജീവിതത്തോടെ അവർ പോയി. ശിഷ്യന്മാരെല്ലാവരും പഴയ പണിക്ക് പോയി. യേശുവിൻ്റെ കൂടെ പോയിട്ട് പണ്ടൊക്കെ അപ്പം വർദ്ധിപ്പിച്ചൊക്കെ നുണഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് അപ്പം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾക്ക് തിന്നാനും ഭയങ്കര മധുരമായിരുന്നു, അത് മീൻ കിട്ടിയായിരുന്നു, അത് ഭർത്താവിനും കിട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് വള്ളത്തിൽ പറഞ്ഞ് കുത്തിരുന്ന് പണ്ടത്തെ ആധ്യാത്മിക അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാളിങ്ങനെ ഈ വെളുപ്പാങ്കാലത്ത് കടലിൻ്റെ അരികിൽ നിൽക്കണ കാണും. ഇവന്മാർ അങ്ങനെ പല ആൾക്കാർ കടപ്പുറത്ത് വരുന്നതാണ്. പക്ഷേ യേശു സ്നേഹിച്ചിരുന്നൊരു ശിഷ്യനെ ആ ആളായ്മ കണ്ടപ്പോൾ, ആ തലയനൊക്കെ കണ്ടപ്പോൾ ആളെ മനസ്സിലായി. ഉടനെ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞ്, ദാറ്റ് ഇസ് ലോർഡ്, അത് കർത്താവാണെന്ന് പറഞ്ഞു. ആർക്കും മനസ്സിലായില്ല. ആ സ്നേഹിച്ച ശിഷ്യനെ മനസ്സിലായില്ല. കർത്താവ് വന്നത് മനസ്സിലായില്ല. മക്കളെല്ലാം പൊട്ടന്മാരാണ്, ഉടമ്പടി എടുത്തിരിക്കുന്ന പാർട്ടിയാണ് എല്ലാവരും, പക്ഷെ പൊട്ടനാണ്. അതിനകത്ത് ഒരുത്തം പറഞ്ഞ് അവൻ്റെ നെഞ്ചത്ത് ചാരിക്കിടന്ന ആളാണ് അവസാന നിമിഷങ്ങളിൽ. കാരണം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവനുമാണ് അവൻ. ഇവൻ്റെ തലയനക്കങ്ങളും കൈ അനക്കങ്ങളും നിഴലാട്ടങ്ങളൊക്കെ അറിയാൻ പറ്റും. അവനിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ് എന്ന് പറഞ്ഞ് കേട്ടില്ല. 10 ദിവസം നോക്കുമ്പോൾ തനിക്ക് തുണിയില്ലാതിരിക്കുന്ന വെള്ളത്തെ അവൻ ചാടി പുറങ്കുപ്പായി എടുത്തിട്ടു ഒറ്റ ചാട്ടം വെള്ളത്തിലിട്ടു. ഈ കർത്താവിൻ്റെ പേര് കേട്ടതേ ഉള്ളൂ, അപ്പം തന്നെ അവൻ ചാടി. ആദ്യം ഞങ്ങൾ പണിക്ക് പോകണമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പോൾ ഇനി ഇവിടെ കരക്ക് നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കൈ കൊണ്ട് അധ്വാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയ പാർട്ടിയാണ്. പക്ഷേ ആ ഉടമ്പടി കാലമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ കാലമൊക്കെ അടയാളങ്ങളൊക്കെ തീർന്ന് ഈശോയും മരിച്ചു. ഈ ജീവിതത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്നാ ഉടമ്പടി, നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം. ആൾക്കാർ പറയത്തില്ലേ, നാട്ടുകാർ പറയണില്ലേ, എന്നാ പാർട്ടി, നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം. അതിപ്പോൾ പാർട്ടി മാത്രമല്ല, ആധ്യാത്മിക മേഖലയിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നിരാശ കയറിയിട്ട് പറയും, നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം. അതുമാണ് അപ്പോസ്തലന്മാരാണ് ഇത് ആദ്യം പറഞ്ഞത്. ഞാൻ പണിക്ക് പോകാൻ പോകണമെന്ന് പറയും, ഞാൻ പണിക്ക് പോകാൻ പോകണം. അപ്പോൾ പറയും, മറ്റുള്ള അണ്ണന്മാരും പറഞ്ഞു ഞങ്ങളും വരണമെന്ന് പറഞ്ഞു. എല്ലാം കൂടി കെട്ടിയെടുത്ത് പോയതാണ്. എല്ലാവരും കെട്ടിയെടുത്ത് പോയി. അങ്ങനെ കർത്താവിൻ്റെ രീതി വെച്ചാൽ കർത്താവിന് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാം നല്ലവണ്ണം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിക്ഷേപമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിലെ കർത്താവിന് വേണ്ടി ഒത്തിരി സ്നേഹിച്ച് കൂടെ നടന്ന് ജോലി ചെയ്ത ആൾക്കാരാണ്. ഒരുത്തൻ കർത്താവിന് വേണ്ടി വെട്ടിയ ആളാണ് പത്രോസ്. സത്യക്രമത്തിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കാൻ വെട്ടിയ ആളാണ്. ആൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. യോഹന്നാനാണെങ്കിൽ കർത്താവിന് സമരിയക്കാരുടെ വഴിയെ കൂടി കർത്താവ് പോകണമെന്ന് പറഞ്ഞപ്പോൾ സമരിയക്കാർ പറഞ്ഞു, നിൻ്റെയൊക്കെ കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കർത്താവിനോട് തിരിച്ചൊന്നും പറഞ്ഞ്, നീ ദൈവപുത്രനാണ്, അധികാരമുണ്ട്, പക്ഷെ പ്രയോജനമില്ല. ഇവന്മാരുടെയൊക്കെ പെടലെടുക്കേണ്ടതാണ്. ആ അധികാരം ഇങ്ങോട്ടുതാ, ആകാശത്ത് തീയും ഗന്ധം ഇറക്കണം, ഞാൻ കാണിച്ചു തരാം. ഇവന്മാർ ഇന്ന് സംസാരിച്ചാലും നാളെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് സമരിയക്കാരുടെ ഇതിൽ കർത്താവിന് വേണ്ടി വീമ്പിളച്ച് നിന്ന ആളാണ് യോഹന്നാൻ.
ഈ രണ്ട് കാര്യവും കർത്താവ് വഴക്കിട്ടെങ്കിലും കർത്താവിൻ്റെ മനസ്സിലതുണ്ട്. അതാണ് വിഷയം. നമ്മൾക്കൊരു കാലത്തെ പ്രാർത്ഥനയിലൊക്കെ വന്ന് വീഴ്ചയൊക്കെ വന്നെങ്കിലും കർത്താവിൻ്റെ ശാസനം കിട്ടിയാലും നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം മറക്കത്തില്ല ഒരിക്കലും. അതാ വീണ്ടും ആ രണ്ട് കക്ഷികൾ വന്നില്ലേ, യോഹന്നാനും പത്രോസും. പണ്ട് ഈ രണ്ട് കക്ഷികളാണ് കർത്താവിൻ്റെ ജീവന് വേണ്ടി പോരാടിയ രണ്ട് കക്ഷികളാണ്. അപ്പോൾ യോഹന്നാൻ ആണ് കണ്ടെത്തി പറഞ്ഞത് അത് കർത്താവാണെന്ന്. അപ്പം തന്നെ പത്രോസ് എടുത്തു ചാടി. അപ്പോൾ യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതിയിരിക്കുകയാണ്. എന്താ പറയണത്? അവൻ എടുത്തു ചാടി, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് താക്കോല് പോയി. അവൻ താക്കോൽ അടിച്ച് മാറ്റി വന്നു. എന്താ കാര്യം? അവൻ എടുത്തു ചാടി. പിന്നെ ഉടനെ ബൈബിൾ പറയണം, എന്നാൽ മറ്റു ശിഷ്യന്മാർ വള്ളത്തിൽ തന്നെ ഇരുന്ന് മീനും കൊണ്ട് പോകുന്നെന്നാണ് പറയണം. അപ്പോൾ എന്നാലെന്ന് ചേർക്കേണ്ട കാര്യം ഇല്ല ഇവിടെ. പക്ഷെ അവൻ എടുത്തു ചാടിയതിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് എന്നാലെന്ന് പറയണത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ, ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യണതല്ലേ. അപ്പം അതിനകത്തൊരു എടുത്തുചാട്ടമുണ്ട്, ഓർത്തേക്കണം. ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിന് സ്പീഡ് ഉണ്ടാകത്തില്ല. ഇപ്പം എന്നാ പറ്റി? പുറത്ത് അടുത്ത് വന്നപ്പോൾ ഇവന്മാർ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണല്ല മീൻ പിടിക്കാൻ പോയത്. ഇവന്മാർ അധ്വാനിക്കാത്ത മീൻ കർത്താവ് ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവബലിയുടെ ഒരു ഭാഗമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞ്, നീയൊക്കെ മീനില്ല ഭക്ഷണമില്ലെന്ന് പറഞ്ഞല്ലേ പോയത്. പണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കിയ ആളാണ്. പണ്ട് ഭക്ഷണം കൊണ്ട് സമരക്കാരോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ട് വന്ന കക്ഷികളാണ്. അത് പത്രോസ് പറഞ്ഞു, ഗുരു ഭക്ഷിച്ചാലും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം പത്രോസ് പറഞ്ഞു, നമ്മൾ പോയ സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിൽക്കുന്നതിന് പകരം ഇവരൊന്ന് ചാടി നോക്കിയതാണ്. പക്ഷേ ഇവരെ പോയി വിളിച്ചതിൻ്റെ കാരണം ഇവിടെ പഴയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് പണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം വിസ്മരിക്കത്തില്ല. അതെപ്പോഴും ഓർക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഞാനൊക്കെ ഓർക്കും. ഞാനിപ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്താ പ്രത്യക്ഷപ്പെടാൻ കാര്യം? എനിക്ക് പണ്ടൊരു അസുഖം ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും പോയി വണക്കം വായിച്ചു കൊടുക്കും. അസുഖമില്ല, കാര്യം അന്ന് എല്ലാവർക്കും അക്ഷരം അറിയാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിലേ. ഇപ്പം ഞാനന്ന് 10ാം ക്ലാസ് പാസ്സായി നിൽക്കുന്ന സമയമാണ്. ഇപ്പം ഈ കാലത്ത് മെയ് മാസം വണക്കം വരുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയി വണക്കം വായിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിച്ചിട്ട് അടുത്ത വീട്ടിൽ പോകും വണക്കം വായിക്കാൻ വേണ്ടി. അപ്പോൾ രാത്രി 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ഓരോ വീട്ടിൽ പോയിരുന്നുകൊണ്ട് വണക്കം വായിച്ചു കൊടുക്കും. ഇത് നിക്ഷേപമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ആ പഴയ അക്കൗണ്ടിൽ നിന്നുള്ള സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യണ ഒരു കാര്യവും പാഴായി പോകത്തില്ല. നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിക്ഷേപമാണ്. ഒരു ടൈം ആകുമ്പോൾ ആ സാധനം എല്ലാം എടുക്കും ദൈവം. യോഹന്നാനും പത്രോസിനും നല്ല നിക്ഷേപമുള്ള ആൾക്കാരാണ്. പക്ഷേ പത്രോസിന് ഇമ്മിണി കൂടുതലാണ്. പക്ഷേ അതുകൊണ്ട് പത്രോസിനോട് തന്നെ ചോദിക്കും, നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതാണ് സംഭവം. ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ പത്രോസിന് ആടുകളെ മേയ്ക്കാൻ അധികാരം കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ അധികാരത്തിലാണെന്നുള്ള യോഹന്നാൻ കേൾക്കണം. യോഹന്നാന് കൊടുത്ത പാരപ്പണിയാണത്. യോഹന്നാൻ അവിടെ തന്നെ ഇരുന്നില്ലേ? കാര്യങ്ങളൊക്കെ അറിയാം. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല, എടുത്തേടാൻ പഠിക്കണം. അതാണ് താത്വിക പ്രബോധകരും താത്വിക അറിവുള്ളവരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. താത്വിക പ്രബോധകർക്കും പ്രബോധനമായ പ്രൊഫസർമാർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഒരു വള്ളത്തെ തന്നെ ഇരിക്കത്തുള്ളൂ, ഇറങ്ങത്തില്ല. പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? കർത്താവളത് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങും. അവൻ താക്കോൽ കൊണ്ട് പോകും. ഇത് ബൈബിളിലെ ഒരു ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ചാടി കർത്താവാണെന്ന് കേട്ടാൽ ചാടാൻ കഴിയണം. അതാണ് ഉടമ്പടിയുടെ ഒരു പവർ. എന്നിട്ട് ചാടിക്കഴിയുമ്പോൾ കർത്താവ് പറയും, യോഹന്നാനോട് പറയും, യോഹന്നാന് കിട്ടേണ്ട സംഭവമാണ് ഇതെല്ലാം. ആടുകളെ മേയ്ക്കേണ്ട കാര്യമൊക്കെ യോഹന്നാന് കിട്ടേണ്ടതാണ്. കിട്ടത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കാര്യം യോഹന്നാനാണ് കുരിശിൻ്റെ ചുവടെ നിന്നത് യോഹന്നാനാണ്. അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളാണ്. പക്ഷേ അവസാനത്തെ സ്കോറിന് 50 മാർക്കുണ്ടായിരുന്നു. അത് യോഹന്നാൻ അറിയാൻ പറ്റില്ലായിരുന്നു. യോഹന്നാൻ ആ അവസാനത്തെ ചോദ്യത്തിന് അവസാനത്തെ ക്വസ്റ്റ്യന് ട്രയലിൽ 50 മാർക്കാണ്. ആ സാധനം പത്രോസിന് കിട്ടിയപ്പോൾ 10 മാർക്ക് യോഹന്നാനൊക്കെ കൂടുതലായി പോയി പത്രോസിന്. എന്തുകൊണ്ടാണ് പത്രോസിന് അധികാരം കൊടുത്തതെന്ന് യോഹന്നാനോട് പറയാതെ പറയണതാണ്, നീ ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ഉടമ്പടിയുടെ സ്നേഹക്കാലം എന്ന് പറയുന്നത്. പിടിയിടിയാ, ഉടമ്പടിയിൽ ഒരു അനക്കം ഉണ്ടാകത്തില്ല. നമ്മൾ വേലയെടുത്താൽ നമ്മൾക്ക് ജീവിക്കാൻ പറഞ്ഞ രീതിയിൽ ആ ശിഷ്യന്മാർ ആയിപ്പോകും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചില ആൾക്കാർ മറന്നു പോകും. പക്ഷേ ആരെങ്കിലും നമ്മളെ ഉടമ്പടി ഓർപ്പിച്ചാൽ
അപ്പോൾ പഴയ വർദ്ധിച്ച വീര്യത്തോട് നമ്മളെ വീണ്ടും ചാടിക്കഴിഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ കാലമാണ്. എല്ലാവരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന കാലം. അപ്പോൾ എല്ലാവരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഉടമ്പടിയുടെ ഒരു നിബന്ധന ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാപിറ്റൽ വെളിപാടാണ്. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. അത് ആ ദൈവം തന്നെയാണ് പിന്നീട് വചനം മാസമായി കഴിയുമ്പോഴും ആ നിബന്ധനകൾക്ക് മാറ്റമില്ല. എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും, എല്ലാത്തിനേക്കാൾ ഉപരി ആ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ നിബന്ധനകൾക്ക് പിന്നെ മാറ്റമില്ല. പത്രോസിലേക്ക് വരുമ്പോൾ പറയും, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ പത്രോസ് പറയും, യു നോ ഇറ്റ് എന്ന് പറയും. എന്താണ്? നിനക്കത് അറിയാം, ഞാൻ പറഞ്ഞാൽ എനിക്ക് വിഷമമാണെന്ന് പറയും. അതാണ് പത്രോസ് പറയണത്. കാര്യം കർത്താവ് കാണിച്ച ഒരു വല്ലാത്ത ഒരു പണിയുണ്ട്. കാര്യം കർത്താവിൻ്റെ കയ്യെ വിലങ്ങ് വീണപ്പോൾ പത്രോസ് വാളൂരി, ആ 200 പേരാണ് പന്തങ്ങളും വിളക്കുകളും ആയിട്ട് നിൽക്കണത്. പത്രോസ് ഒറ്റക്ക്. എന്നിട്ടും കർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശത്രുപാളയത്തിൽ വെട്ടിയവനാണ് പത്രോസ്. അപ്പോഴാണ് പത്രോസിനോട് പറയണത് വാൾ ഉറയിലിടാൻ പറയണത്. അപ്പോൾ അത് കേട്ടോടുകൂടി പത്രോസ് വാൾ ഉറയിലിട്ട് വചനം പാലിച്ചു. അവൻ പറയണ പോലെ ചെയ്ത്. അതാണ് ഉടമ്പടി എന്ന് പറയണത്. പത്രോസിൻ്റെ ഉടമ്പടിയാണ് ഏറ്റവും ബെസ്റ്റ് ഉടമ്പടി അവസ്ഥ സ്നേഹത്തിൻ്റെ കാലത്ത്. അപ്പോൾ വെട്ടുകൊണ്ട് മൽക്കസിൻ്റെ ചെവി ചെതിച്ച് പോയി കഴിഞ്ഞപ്പോൾ പ്രധാന ഭൃത്യൻ്റെ പരിചാരകൻ്റെ ചെവി ചെതിച്ചു. പിന്നെ അവർ പത്രോസിനെ പഴം നുറുക്കണ പോലെ നുറുക്കുമെന്ന് പത്രോസിന് അറിയാം. തനിക്ക് അപകടങ്ങളാണ്, ഈ ഉടമ്പടിയുടെ പേരിൽ തനിക്ക് വരാൻ പോണ ത്യാഗങ്ങളാണെന്നറിയാം. എന്നിട്ടും അവൻ പറഞ്ഞതല്ലേ വാളുറയിലിടാൻ. അതുകൊണ്ട് പത്രോസ് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അതാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്യുക. നമ്മുടെ തല പോകുന്നത് കണ്ടാലും അവൻ പറയണ പോലെ ചെയ്യും. അങ്ങനെ പത്രോസ് വാൾ ഉറയിട്ടിട്ട്, ഇനി എനിക്കിവിടെ റൈറ്റില്ല, എനിക്കിവിടെ പാങ്ങില്ല, ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാര്യം കർത്താവ് വരെ ശത്രുവായ പാളയത്തിൽ കൂടിയിരിക്കുകയാണ്. കാര്യം അവിടെ ആ ചെവി, പത്രോസ് വെട്ടിയ ചെവി, കർത്താവ് ഛേദിച്ച ചെവി കർത്താവ് എടുത്ത് വെച്ച് കൊടുത്തില്ലേ, അത് പുറത്തില്ലേ. അപ്പം കർത്താവിന് മുമ്പ്, അവരുടെ മുമ്പിൽ കർത്താവിനൊരു പിടിയായി. പാവപ്പെട്ട കർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെട്ടി അവൻ പ്രതിയുമായി. എന്നിട്ടും ഈ മനുഷ്യൻ കർത്താവിനെ വിടത്തില്ല. ഈ ഉടമ്പടി പാലിക്കുന്നവൻ ആ ഉടമ്പടി പ്രകാരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്നൊരു മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലൂടെയാണ് എൻ്റെ ജീവിതം പോകണമെന്നുണ്ടെങ്കിലും നീ തന്നെ ഒരു ദിവസം എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയാതെ നിൻ്റെ പുറകെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ പറയും, അകലെ കൂടി അവൻ കർത്താവിനെ അനുഗമിച്ചെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അകലെ കൂടി. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്ക 22:54. ലൂക്ക 22:54. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതാണ് സംഭവം. എന്നിട്ട് ഇത്രയും കർത്താവിനാൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ്. കർത്താവിൻ്റെ ജീവന് വേണ്ടി നിന്നു, സഭയ്ക്ക് വേണ്ടി നിന്നു, ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവവിശ്വാസത്തിന് വേണ്ടി നിന്നു. പക്ഷെ നിനക്ക് കിട്ടിയത് എന്താ? നിനക്ക് കിട്ടിയത് ഒഴിവാക്കലും തള്ളിപ്പറച്ചിലുമാണ്. എന്നിട്ട് നീ ദൈവത്തെ വിടാതെ പത്രോസിനെ പോലെ കർത്താവിനെ അനുഗമിക്കണമെന്നുള്ള ബോധത്തിന് കർത്താവിൻ്റെ കണ്ണും വെട്ടത്തുണ്ടാകും. പത്രോസിനെ തള്ളിപ്പറഞ്ഞത് ആരാണ്? നിൻ്റെ വാളുറയിലിട്, വാളെടുക്കുന്ന വാളായി നശിക്കുന്ന പറഞ്ഞ ആരോടാണ്? പത്രോസിനെ തള്ളിപ്പറഞ്ഞ കർത്താവല്ലേ. അവനെ തള്ളിപ്പറഞ്ഞിട്ടും പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. പാവപ്പെട്ടവൻ നിരായുധനായി, അവൻ്റെ ജീവിതം അപകടത്തിലാണ്. കർത്താവ് പറഞ്ഞ പോലെ കേട്ടിട്ട് വാളും ഉറയിലിട്ടിട്ട് അവൻ കൊല്ലട്ടെ, എന്നാലും എൻ്റെ കർത്താവിൻ്റെ കൺവെട്ടത്തൊന്ന് ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ്. അവനെ വിളിക്കും കർത്താവ് അവസാനം. അവസാനം കണക്ക് തീർക്കാൻ വേണ്ടി വിളിക്കും. എന്നിട്ട് ചോദിക്കണം, എന്താണ്? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉണ്ടെന്ന് കർത്താവിനറിയാം. യോഹന്നാൻ ബാക്റ്റായി പോണ അവിടെ വെച്ചാൽ കർത്താവാണെന്ന് കണ്ടിട്ടും വളർത്തതിനെ ഇരുന്ന് കക്ഷി. കർത്താവല്ലേ, നമുക്കറിയാം, ചെന്നാൽ മതിയല്ല എന്ന് പറയും. ഉടമ്പടിയല്ലേ, ചെയ്താൽ മതിയല്ല. അതാണ് സംഭവം. അതാണ് യോഹന്നാൻ. പക്ഷേ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഉടമ്പടിയല്ലേ, നമുക്കറിയാം, ചെയ്താൽ മതിയല്ല. കർത്താവല്ലേ, നമുക്കറിയാം, ചെന്നാൽ മതിയല്ല. ഈ ഒരു നിലപാടിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ചാടണം. ഒന്നും കിട്ടില്ലെങ്കിലും ചാടണം. എന്തിനാണ്? കർത്താവിന് വേണ്ടി പറന്ന് വെട്ടി പ്രവർത്തിക്കണം. എന്നിട്ട് അത് കർത്താവാണെന്ന് അറിയുന്ന അങ്ങനെ ഒത്തിരി പേര് സഭയിലുണ്ട്. നിങ്ങൾക്ക് ചില 10 അറിവൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എന്താ നിങ്ങൾക്ക് ഉള്ളത്? സ്നേഹം ഉണ്ടായാൽ മതി. അറിവല്ല പ്രധാനം, സ്നേഹമാണ് പ്രധാനം.
ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ പറയണ പോലെ ചെയ്യും, പ്രവർത്തിക്കും. കർത്താവിൻ്റെ നിന്ന് നമുക്ക് അടി കിട്ടിയാലും അവൻ്റെ കൺമട്ടത്ത് നമ്മൾ പോകത്തില്ല, നമ്മളവിടെ തന്നെ നിൽക്കും. ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും കർത്താവിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് പത്രോസിൻ്റെ പുറകെ നടക്കുന്നത്. എന്തൊരു സ്നേഹമാണ് ആ മനുഷ്യന്! അതാണ് സ്നേഹത്തിൻ്റെ, ഉടമ്പടി സ്നേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉടമ്പടി വിശ്വാസത്തിൻ്റെ കാലമുണ്ട്, പ്രത്യാശയുടെ കാലമുണ്ട്, സ്നേഹത്തിൻ്റെ കാലമുണ്ട്. സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റത്തില്ല. അത് നമ്മൾക്ക് നിത്യജീവന് വേണ്ടി നമ്മളത് അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് കർത്താവ് പറയും, ഇത് അനുഭവിക്കാൻ തന്നെയാണ് ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. ചിലത് അനുഗ്രഹമായിട്ടും അതിശയമായിട്ടും ഒക്കെ മാറിയിട്ട് അവസാനം ചില കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ അനുഭവിക്കാതെ കടന്നു പോകാത്ത കാര്യമാണ്. ഇത് അനുഭവിക്കാതെ കടന്നു പോകത്തില്ലെങ്കിൽ 12 വായിച്ചേ. യോഹന്നാൻ 12:27. യോഹന്നാൻ 12:27. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ദൈവഹിതമായിട്ട് നമ്മളെ കടന്നു പോകത്തില്ല, നമ്മളത് അനുഭവിക്കേണ്ടി വരും. ഈ അനുഭവിക്കേണ്ട കാലത്ത് വരുമ്പോൾ വിശ്വാസം വർക്കൗട്ട് ചെയ്തില്ല, പ്രത്യാശ വർക്കൗട്ട് ചെയ്തില്ല, സ്നേഹമല്ല. അവിടെ എന്താണ്? സമർപ്പണം. അതാണ് കർത്താവ് പറഞ്ഞത്. ഈശോ ആണ് ഇതിൻ്റെ അകത്ത് 10 ദിവസത്തിനേക്കാളും നല്ലത്. അവിടെയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ അലക്സച്ചനൊക്കെ എപ്പോഴും തർക്കിക്കും ഞങ്ങൾ പ്രശ്നം കഴിക്കാൻ നേരത്ത്. കാര്യം അലക്സച്ചനൊക്കെ പറയും നമ്മൾ കർത്താവിൻ്റെ തനി പുരോഹിതരാണ്, ഇമേജാണ്, ആൾട്ടർ ക്രൈസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, പക്ഷെ അത് പ്രായോഗികമാണോന്ന് അറിയത്തില്ല എന്ന് പറയും. അതെന്താ ഞാനങ്ങനെ പറഞ്ഞത്? അത് നമ്മൾ ക്രിസ്തു ആണെന്ന് പറഞ്ഞാലൊക്കെ സഭയുടെ പഠനങ്ങൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ അത് ആശയം എന്തുമാത്രം പ്രായോഗികമാണെന്ന് അറിയത്തില്ലെന്ന് ഞാൻ പറയും. സഭയെ വിമർശിച്ച് പറയണതല്ല. കാര്യം ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സെക്ഷൻ, വിശ്വാസത്തെ എക്സ്പ്രഷൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ സമർപ്പണമുണ്ട്. അത് ഈ 12:27 ബന്ധപ്പെട്ടതാണ്. എന്താണ്? ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച മാറാത്ത കാര്യങ്ങളുണ്ട്. അതിപ്പോൾ അതിലാണ് മാർക്ക്. അതിന് 80 മാർക്കാണ്, 50 അല്ല 80. പ്രാർത്ഥിച്ചാൽ മാറുന്ന കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 9 മാർക്കേ ഉള്ളൂ. പ്രാർത്ഥിച്ചാൽ മാറാത്ത കാര്യം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 80 മാർക്കാണ് അതിന്. അതെന്താ ചെയ്യണം? അതുകൊണ്ട് ഈശോ എന്ത് പറയും? അപ്പാ ഐ കമണ്ട് മൈ സ്പിരിറ്റ് എന്ന് പറയും. എന്താണ് അവൻ? ഇതാ അപ്പ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവൻ തല ചായ്ച്ചെന്ന് പറയും. ചില കാര്യങ്ങളുടെ മുമ്പ് തല ചായ്ച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയുന്നത്. ഉടമ്പടിക്കാലത്തിൻ്റെ അകത്ത് വിശ്വാസ കാലമുണ്ട്, പ്രത്യാശയുടെ കാലമുണ്ട്,
സ്നേഹത്തിൻ്റെ കാലമുണ്ട്, പിന്നെ സമർപ്പണത്തിൻ്റെ കാലം. സമർപ്പണത്തിൻ്റെ കാലത്തേക്ക് എല്ലാവരെയും കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. കാര്യം വെച്ചാൽ സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുന്നത് നമ്മൾ ഒരു നിഗൂഢമായ, ഇന്നത്തെ വചനത്തിൽ പറഞ്ഞ പോലെ ഒരു ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിൽക്കും, അല്ലേ? എല്ലാം വിൽക്കും. 13 എടുത്തേ, മത്തായിയുടെ 13-ാം അധ്യായം. ഏറ്റവും രത്നവ്യാപാരി ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം വിൽക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, മത്തായി ഹല്ലേലൂയ. 13:44. മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു നിധി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് വരും. ഈ മനുഷ്യരാജ്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് അവസാനം ദൈവരാജ്യത്തിൽ, ക്രിസ്തു വസിക്കുന്ന ദൈവരാജ്യത്തേക്ക് എത്തുമ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ നിധി എന്ന് നമ്മൾ മനസ്സിലാകും. അപ്പോൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യും? എല്ലാം വിൽക്കും, ആശകൾ വിൽക്കും. നമുക്ക് കുറേ വിൽക്കാനുണ്ടാവില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ എന്തുമാത്രം ആവശ്യങ്ങളാണ് ഉള്ളത്, അതൊക്കെ നമ്മൾ കോംപ്രമൈസായി ഒത്തുതീർക്കും. എന്താണ്? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആൻസർ ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാനെല്ലാം കുപ്പയായിട്ട് കരുതണം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പി 3:7-8. ഫിലിപ്പി 3:7-8. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ നമ്മളെ ഒരു കാലം വരും എല്ലാം വേസ്റ്റ്, ക്രിസ്തു അല്ലാത്ത എല്ലാം വേസ്റ്റായി തോന്നുന്നൊരു കാലമുണ്ട്. അതാണ് സമർപ്പണത്തിൻ്റെ കാലം. ഒരു കാലം വരും, ദൈവരാജ്യം നിങ്ങളിൽ വരുന്ന സമയത്ത് ക്രിസ്തു അല്ലാത്തതെല്ലാം വേസ്റ്റാണെന്ന് പറയുന്നൊരു കാലമുണ്ട്. എന്താ കാര്യം? എല്ലാ സാധനവും അവസാനം വേസ്റ്റായി പോകും. എല്ലാ സംഭവവും അവസാനം വേസ്റ്റായി പോകും. നിങ്ങളുടെ മക്കൾ, ജോലി, വീട്, വിവാഹം, മക്കൾ, ഭർത്താവ്, നിങ്ങളുടെ ആരോഗ്യം, എല്ലാ സംഭവങ്ങളും കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ ഇത് വേസ്റ്റായി പോകുന്ന മുമ്പ് ഇത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നോക്കണമെന്നാണ് ബൈബിൾ പറയണത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാതെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കൂ എന്ന് പറയും. ക്രിസ്തുവിനെ സ്വീകരിക്കൂ. അപ്പം നമ്മളെന്ത് ചെയ്യും? ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ബുദ്ധിയുള്ളവർ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ആൻസർ ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ എല്ലാ വാഗ്ദാനങ്ങളും 2 കൊരിന്ത്യർ 1:20 നമ്മൾ ആദ്യം വായിച്ച പോലെ ക്രിസ്തുവിൽ അതേ ആയതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ നോക്കും. ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ തിരികെത്തിക്കണതും പത്രം കൊടുക്കുന്നതും അതുപോലെ തന്നെ രോഗികളെ പോയി കാണുന്നതും ഓർഫണേജുകളെ സന്ദർശിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാ കാര്യവും ചീത്തമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും എല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കും. ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS പാസ്സാകാനോ PR കിട്ടാനോ വേണ്ടിയാണ് നിങ്ങളതെല്ലാം ചെയ്യണത്. പക്ഷേ ഉടമ്പടിയുടെ സമർപ്പണക്കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള മാനുഷിക ലോക നിയോഗങ്ങളെല്ലാം മാറ്റിയിട്ട് ഏറ്റവും വലിയ നിയോഗം ക്രിസ്തുവിനെ നേടാനാണെന്ന് തോന്നണം. അതാണ് ഈ സമർപ്പണത്തിൻ്റെ കാലം, ഉടമ്പടിയുടെ സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി അലൂമിനിയൊക്കെ തരണത്. എന്താ സിൽവർ ഗ്രേ ഇല്ലേ? സിൽവർ ഗ്രേ. പക്ഷേ സിൽവർ ഗ്രേയിൽ വരെ നിങ്ങൾ ഉടമ്പടി പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ഒടുവിൽ ഈ സിൽവർ ഗ്രേക്കാർ തങ്ങൾ ആദ്യം വെച്ച നിയോഗത്തെക്കാൾ വലിയ നിയോഗമാണ് ക്രിസ്തുവെന്ന് അവർ ധരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ നിരന്തരമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാനും അവൻ പറയണ പോലെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതിനകത്ത് ഉള്ളിൽ കേസോ വഴക്കോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായാൽ ഞാൻ പറയും നിങ്ങളത് ക്രിസ്തുവിനെ പ്രതി ടേക്കപ്പ് ചെയ്യണം. കാര്യം ഇതിൻ്റെ പിന്നിലുള്ള സത്യം നമ്മൾ ഇപ്പം കാണുന്ന നിരാശ അല്ല, അതിലുപരി ഏറ്റവും വലിയ ദൈവത്തിന് നൽകാൻ പറ്റുന്ന ദാനമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതിന് നൽകുന്നതാണ്. അതാണ് ഏകജാതിന് നൽകാൻ
തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പം അങ്ങനെ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തുറമുഖത്തേക്കാണ് ഈ ആധ്യാത്മികമായ യാനം അവസാനം തുഴഞ്ഞെത്തി വരണത്. അതുകൊണ്ട് ഉടമ്പടി വളരെ സബ്ലിമേറ്റ് ആയിട്ടുള്ള ഒരു വോയേജാണ്, ഒരു കപ്പൽ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. അതിങ്ങനെ ക്രിസ്തുവിൻ്റെ തുറമുഖത്തേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിറവേറുമ്പോൾ ഇടയ്ക്ക് തന്നെ നിറവേറാത്തൊരു കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ക്രിസ്തുവിൻ്റെ കോളമാണ്. അവിടെ നിറവേറേണ്ടത് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് സമസ്തവും ദൈവം അവൻ്റെ പാദത്തിലാക്കിയ യേശു കർത്താവിനെ തന്നെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ നാലാം ഭാഗമായ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കാൻ എന്റെ ജീവിതത്തെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ ഒരുക്കുന്ന നല്ല ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഇപ്പൊ തന്നെ ഞാൻ ആ ദീപക്കിന്റെ കാര്യം പറഞ്ഞു. ദീപക്ക് എന്താ സംഭവിച്ചത്? ദീപക്ക് അവസാനം മനസ്സിലായി, എൻ്റെ കഴിവോ എൻ്റെ പ്രാഗൽഭ്യമോ അല്ല, മറിച്ച് ഉടമ്പടി ദൈവം നേരിട്ടിടപെടേണ്ട ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദീപക്ക് തന്നെ വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യും, ദൈവസ്നേഹത്തോടെ കറക്റ്റ് ചെയ്യും. ആ സെക്കൻഡിന് അവനെ വേറൊരു കമ്പനി 13 വർഷങ്ങൾക്ക് ശേഷം അവനെ കോൾ ഫോർ ചെയ്യും. പെട്ടെന്ന് ഇൻ്റർവ്യൂ, പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ്, എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് വരും. ഹയർ പ്രൊഫഷനിലേക്കാണ് അവൻ വരണത്. പക്ഷെ അതിനുള്ളിൽ എന്ത് പറ്റും? ദൈവത്തെ അവൻ കണ്ടെത്തിയിരിക്കും. അതാണ് അപ്പോൾ അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ദീപക്കിനെ ആദ്യത്തെ പരീക്ഷണങ്ങളിലേക്ക് അവൻ പരാജയപ്പെട്ടതിൻ്റെ കാരണം ദൈവം ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ നിയോഗമായ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ഈ മകനെ പര്യാപ്തമാക്കുകയാണ്. ഇപ്പം ദീപക്ക് എന്താ പറയണത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കണ മാതാവിൻ്റെ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കും. ആ ഹയർ ഓഫീസറാണ്. പക്ഷേ ഇപ്പോൾ ചെല്ലണ എന്താണ്? മാതാവ് ആരാണെന്നും എങ്ങനെയാണ് അനുഗ്രഹം വരണമെന്നും എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ വർക്കൗട്ട് ചെയ്യാത്തതെന്നും അവിടെ ദൈവം എങ്ങനെ നമ്മളെ വർക്കൗട്ട് ചെയ്യണമെന്നും അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില സമയത്ത് നമുക്കൊരു ഈടറിവ് ഉണ്ടാകുന്നത്. ആ ഈടറിവ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ സമർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ബാക്കിയെല്ലാം വേസ്റ്റായിട്ട് കരുതിക്കൊണ്ട് ഒരു കൃപയുടെ ഒരു വലിയ യാത്ര നിങ്ങൾ ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെ നിർവഹിച്ച് തീർക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു നിരാശയോ ഭാരമോ ഒന്നും വേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വിവാഹം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയാം. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ പറയും. അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണത്. നമ്മൾക്ക് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അറിയത്തില്ല, പിന്നെ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഉടമ്പടി മാത്രമാണ് ഈ വിഷയമൊക്കെ എല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. ആധ്യാത്മിക പരിചരണം എന്ന് പറയും. ഒരു കവനൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും, ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ്. കാര്യം അതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥിച്ച് നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാക്ക് വളക്കാതിരിക്കാൻ നോക്കണം. ഞാൻ ഉടമ്പടി എടുത്താണ്, ഒക്കെ എല്ലാം ചെയ്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാക്ക് വളക്കരുത്. അങ്ങനെ നാക്ക് വളച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ആരോടാണ് ഇത് പറയണത്? ആരാണിത് കേൾക്കണത്? ദൈവമല്ല ഇത് കേൾക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ദൈവത്തോട് കൂടുന്ന ഉടമ്പടിയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ നാക്ക് വളച്ച് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത്. ദാറ്റ് മീൻസ് ദൈവത്തോട് നിങ്ങൾ ചെയ്ത ഉടമ്പടിയെ നിങ്ങൾ തന്നെ ഇടിച്ചു കാണിച്ചാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 2 ആഴ്ച കുടുംബ കുമ്പസാരിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യവും അക്രൈസ്തരായുള്ള കാര്യങ്ങൾ ആൾക്കാരെ ഉടമ്പടിക്ക് വിരുദ്ധമായ അവിശുദ്ധമായ ചിന്തകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ദൈവത്തോട് മാപ്പാക്കിയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി നോക്കി പാർത്തിരിക്കണം. എപ്പോഴായാലും ഈ വിഷയം വർക്കൗട്ട് ചെയ്യും. ഇൻ കേസ് 1-2 വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അതിന് 80 മാർക്ക് കിട്ടുന്ന നിത്യജീവൻ്റെ ദൈവം തന്നെയായിരിക്കും ആ മേഖലയിലുള്ള നിങ്ങളുടെ ദാനം. അല്ലാതെ ഒരു ഭൗതിക ദാനം എന്നേക്കാൾ കർത്താവ് തന്നെയായിരിക്കും നിങ്ങളുടെ ദാനമെന്ന് പറയണത്. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയാണ്. അപ്പം അതിൽ നിങ്ങൾ ഒത്തിരി പേര് വിജയിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ധ്യാനം നിങ്ങൾ പാസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ 10 മിനിറ്റ് ഇപ്പോൾ പ്രാർത്ഥനയും ആശീർവാദവും സമർപ്പണ പ്രാർത്ഥനയും തരുന്നുണ്ട്. അത് നിങ്ങൾ 5:30 പ്രാർത്ഥന കൂടുന്നവർ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കൈപൊക്കുക.
താങ്ക് യു. എല്ലാവരും എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കളെ സ്തുതിച്ചാൽ മതി. എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം കർത്താവിന്റെ മഹത്വം ഉന്നതമായ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കും. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത, കർത്താവിൻ്റെ തിരുമറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ വലതുകരം ഓരോ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാദരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധമായ വലതുകരം ഉയർത്തണം. അങ്ങനെ ആണിപ്പിടാർന്ന വലതുകരം ഉയർത്തണം. എല്ലാ മക്കളെയും സ്പർശിക്കണം. അടിപ്പിടർ പോലെ സ്പർശിക്കണം. വൈദാഘാതം പോലെ സ്പർശിക്കണം. ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ മാംസപേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ വലതുകരത്ത് എല്ലാവരും സ്പർശിക്കപ്പെടട്ടെ. മാരക രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്ഥിരാവേദികൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൃഷ്ടി രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മക്കളില്ലാ ദമ്പതികൾ, ഗർഭാശയത്തിന് കട്ടിക്കുറവുള്ളവർ, ബീജത്തിന് ഓട്ടമില്ലാത്തവർ, ജനിതകമായ തടസ്സങ്ങളുള്ളവർ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. വൈവാഹിക തടസ്സങ്ങൾ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, അമ്മേ കാനായിലെ കല്യാണത്തെ പോലെ എല്ലാ ഇല്ലായ്മകളും ആരാധന സന്നിധാനത്തിന് അമ്മ മധ്യസ്ഥം വഹിക്കണം. പ്രാർത്ഥിക്കാൻ പോലെ നിവർത്തിയില്ലാത്തവർ, വിശ്വാസം കുറവുള്ളവർ, വിശ്വസിക്കാൻ കഴിവില്ലാത്തവർ എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്വം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കൃപാസ്ഥാനത്താറെ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയായി ഞങ്ങൾക്ക് നൽകണമേ. കുഞ്ഞുങ്ങള്, പഠിക്കാൻ കഴിവില്ലാത്തവര്, തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടവര്, കുറ്റമറാത്ത സ്ഥലങ്ങള്, സാമ്പത്തിക കടങ്ങള്, ജപ്തി നടപടികള്, തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവര്, കർത്താവേ, വാടകയ്ക്ക് താമസിക്കുന്നവര്, ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, പാട്ടത്തിന് താമസിക്കുന്നവര്, ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്നവര്, വിദേശ ജോലികൾ ചെയ്തു പോയിട്ട് പഠനം കഴിഞ്ഞിട്ട് അവിടെ വിസ പുതുക്കാത്തവര്, അവർക്ക് ജോലി കിട്ടാത്തവര്, കർത്താവ് ലക്ഷക്കണക്കിന് രൂപ നാട്ടിൽ കടമുള്ളവര് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ. കർത്താവേ, സ്വർഗം തുറക്കണമേ. നിന്റെ നാമത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. അപ്പാ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് സർവ്വ പാപങ്ങളും, സർവ്വ രോഗങ്ങളും, സർവ്വ തടസ്സങ്ങളും, ജീവിത ദുരിതങ്ങളും യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, എല്ലാ രോഗങ്ങളും തടസ്സങ്ങളും നീങ്ങി പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേ നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പാടാം. വാ വാ യേശുനാഥ്.
സ്നേഹരാജാവേ, എന്നെന്നും വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെളിച്ചോരേക. എൻ്റെ മക്കളെ കൈകൾ കൂപ്പിക്കേ. മൗനമായി ദൈവകുർബാനയെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിത സ്വകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പലിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും എല്ലാം ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ട് ഈശോയെ സമർപ്പണമെന്ന പുണ്യത്തിലേക്ക് ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എപ്പോഴും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും തിടുക്കത്തിൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനുള്ള തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവാണ് എന്ന് കേട്ട മാത്രയിൽ എടുത്തു ചാടിയ പത്രോസിനെ പോലെ, അധികാരം സ്വന്തമാക്കിയ പത്രോസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും തിടുക്കത്തിലുള്ള സുവിശേഷ കൈമാറ്റ പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിന്നെ സ്വന്തമാക്കുവാൻ അവശേഷിക്കുന്ന ഭാഗത്തിനായി ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വെളിപ്പെട്ടതുപോലെ ഞങ്ങളും അവകാശമാക്കുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. Amen.